എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഭഗവാനേ. കപില മഹർഷി നമസ്തേ. കപില മഹർഷി പറഞ്ഞുകൊടുത്ത ആ തത്വശാസ്ത്രത്തെ പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹം നൽകണേ എന്ന് കപില വാസുദേവനായി അവതരിച്ച ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അനുവാദം തരണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 25. കപില വാസുദേവൻ തൻ്റെ മാതാവായ ദേവഹൂതിക്ക് ആ ഭക്തിയോഗത്തെക്കുറിച്ച് ഉപദേശിക്കുന്നു. ആ അധ്യായത്തിലെ 21 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ കപില മഹർഷി അമ്മയെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താ, ഒരു മനുഷ്യൻ്റെ ഭൗതിക ബന്ധനത്തിനാണെങ്കിലും ഈ ലോകത്ത് ആ മനുഷ്യൻ ബന്ധിക്കപ്പെടുകയാണെങ്കിലും ഇനി ഈ ലോകത്തിൽ നിന്ന് മുക്തി നേടുകയാണെങ്കിലും രണ്ടിനും കാരണമായിട്ടുള്ളത് മനസ്സാണ്. ഈ മനസ്സാണ് പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ ആകർഷിക്കപ്പെട്ട് ഈ ഭൗതികമായ സുഖങ്ങളിലേക്ക് ആസക്തരായി പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ആ സുഖങ്ങളോടൊരാസക്തി തോന്നുമ്പോൾ അവൻ ഈ ലോകത്ത് ജനന മരണങ്ങൾക്ക് വിധേയമായി ബന്ധിക്കപ്പെടുന്നു. അതേസമയം ആ ആസക്തി ഭഗവാനോടാണ് തോന്നുന്നതെങ്കിൽ അവൻ മുക്തിക്ക് കാരണഭൂതനായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ 2 മാർഗങ്ങൾ, മനസ്സാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു. ഈ മനസ്സിലെ ഭക്തി വളർന്ന് നിഷ്കളങ്കമായ ഭക്തി, മറ്റൊന്നിനോടും ആസക്തിയില്ലാതെ ഈശ്വരനിൽ മാത്രം ഉറച്ച ഭക്തി വളർന്ന് ആ ഭക്തിയിൽ തന്നെ നിൽക്കാതെ അതിലൂടെ ഭക്തിയോട് വളർന്നതിന് ശേഷം ആ ഭക്തിയിൽ നിന്നും ജ്ഞാനം നേടി വിരക്തനായി വൈരാഗ്യ അവസ്ഥയെ എത്തി അങ്ങനെ ഉദാസീനം എന്ന് വെച്ചാൽ മടിയനെന്നല്ല, ഒന്നിനോടും ഈശ്വരനല്ലാതെ മറ്റൊന്നിനോടും ആസക്തിയില്ലാത്ത, അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഒരു മനസ്സോടു കൂടി ഇരിക്കുന്ന ഒരു ഭക്തനെ പുരുഷനെയും പ്രകൃതിയെയും വേറിട്ട് അറിയാനായിട്ട് സാധിക്കുമെന്നും പറഞ്ഞു. ഈ നിഷ്കളങ്കമായ ഭക്തി അതാണ് ഒരു യോഗിയെ അവൻ്റെ അദ്ദേഹം ആഗ്രഹിക്കുന്ന ആ പരിപൂർണതയിലേക്ക് എത്തിക്കുന്ന അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് കാരണമാകുന്ന ഒരേ ഒരു ശ്രേഷ്ഠമായ മംഗളകരമായ പാത വഴി എന്ന് പറയുന്നത് ഭക്തിയോഗമാണ്. അതിന് തുല്യമായ മറ്റൊരു വഴിയില്ല എന്ന് തന്നെ കപില വാസുദേവൻ ഭാഗവതത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതായി ഭാഗവതത്തിൽ പറഞ്ഞു വെക്കുന്നു. ഇനി ഈ ഒരു നിഷ്കളങ്കമായ ഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നമ്മുടെ സംസർഗം ആരുമായിട്ടാണോ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഈ ലോക ജീവിതത്തിലെ ലൗകികതയോട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ആളുകളായിട്ടാണ് കൂടുതൽ നമുക്ക് സമ്പർക്കം വരുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ കൂടിയും അറിയാതെ നമ്മളും അതിൽ പെട്ടുപോകും. ഈ ലൗകികമായ ആഗ്രഹങ്ങൾ അത് നേടിയെടുക്കാനുള്ള ശ്രമം, അതിനിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അവർ ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നാൽ നമ്മളും ഈ ലോകത്തിലേക്ക് ബന്ധപ്പെട്ട് ഈ ലോകത്തിലെ കെട്ടുപാടുകളിൽ ചുറ്റിക്കിടക്കുന്നവരായി മാറും. അതേസമയം നമ്മുടെ സംസർഗം ആ ഒരു ആത്മീയ പാതയിലൂടെ പോകുന്നവരുടെ കൂടെയാണെങ്കിൽ അവരും അന്വേഷിച്ചു പോകുന്നത്
ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അവരോടൊപ്പം കൂടിച്ചേരുകയാണെങ്കിൽ നമ്മളും അവിടേക്ക് എത്തുന്നു അല്ലേ? നമ്മളും അവരോടൊപ്പം കൂടിച്ചേരുകയാണെങ്കിൽ ആ സംസർഗം കൊണ്ട്, ആ സമ്പർക്കം കൊണ്ട് നമ്മുടെ മുന്നിലും ആത്മീയ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വാതിൽ നമ്മുടെ മുന്നിലും തുറന്നു കിട്ടുന്നു. അപ്പം നമ്മുടെ സമ്പർക്കം ആരുമായിട്ടാണോ അത് നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കാനും ഭക്തി ഇല്ലാതാക്കാനും, അതായത് ലൗകിക ജീവിതത്തിലേക്ക് നമ്മളെ തട്ടിയിടാനും അത് കാരണമാകും. അപ്പം നമ്മൾ എപ്പോഴും സമ്പർക്കം വെക്കുന്നത് ആ ഈശ്വരനിലേക്ക് പോകുന്ന ആളുകളെ, ആത്മീയമായി മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂടെയുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സമ്പർക്കം സഹായിക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പം അങ്ങനെയുള്ള സജ്ജനങ്ങൾ, അവരെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവർ നല്ല നിഷ്കളങ്കരായ ഭക്തരാണ് എന്ന് മനസ്സിലാക്കുന്ന ലക്ഷണങ്ങളാണ് ഇന്നലെ പറഞ്ഞത് 21ാമത്തെ ശ്ലോകത്തിൽ. സമചിത്തതയായിരിക്കും മനസ്സ്. കുറേ ആഹ്ലാദവും ഭയങ്കരമായ ദുഃഖവും ഈ രണ്ട് വേരിയേഷനും ഇല്ലാതെ മനസ്സിങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നവരായിരിക്കും അവർ. പിന്നെ എല്ലാവരോടും കാരുണ്യമുള്ളവരും, എല്ലാ ചരാചരങ്ങളെയും സുഹൃത്തായി കാണുന്നവരും, ആരോടും ഒരു ശത്രുതയില്ലാത്തവരും, മനസ്സെപ്പോഴും ശാന്തമായ ഭാവത്തിലിരിക്കുന്നവരും, അങ്ങനെയുള്ള ഗുണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവരായിരിക്കും ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഭക്തരെന്ന് വിളിക്കുന്നവർക്ക് ആ ഗുണങ്ങളുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ശ്ലോകം 22 ആ ഭക്തൻ്റെ, സജ്ജനങ്ങളുടെ, നല്ല ഉത്തമ ഭക്തൻ്റെ ഗുണങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. മയി അനന്യേന ഭാവേന ഭക്തിം കുറുവന്തി യേ ദൃഢാം മത്കൃതേ ത്യക്തകർമാണ ത്യക്ത സ്വജന ബാന്ധവ. അതായത് മയി, എന്നിൽ, ഇപ്പം കപില മഹർഷിയാണ്, വാസുദേവനാണ് പറയുന്നത്, എന്നിൽ അതായത് ഭഗവാനിൽ, അനന്യേന ഭാവേന ഭക്തി, മറ്റൊന്നിനോ കുറിച്ചും ചിന്തയില്ലാതെ, മറ്റൊന്നിനോടും മമതയില്ലാത്ത, ഭഗവാനിൽ മാത്രം മനസ്സ് വെച്ചിട്ടുള്ള ഒരു ഭക്തി ഉണ്ടല്ലോ, ആ കലർപ്പില്ലാത്ത ഭക്തി, ആ ഭക്തിയിലാണ് കുർവന്തി ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ ജീവിക്കുന്നത് എന്ന്. ആ ഭക്തിയോടുകൂടിയാണ് ഈ സജ്ജനങ്ങൾ ജീവിക്കുന്നത്. ഏ ദൃഢം, അങ്ങനെയുള്ള ഒരു ജീവിതം അവർ ദൃഢമായിട്ട്, സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ജീവിതം അവർ നയിക്കുമ്പോൾ എന്തൊക്കെയാണ് അവർ ത്യജിക്കുന്നത് എന്നാണ് പിന്നെ പറയുന്നത്. മത്കൃതേ എന്നുവെച്ചാൽ ആ ഭഗവാന് വേണ്ടി ത്യക്തകർമ്മണ, സകല ഭൗതിക കർമ്മങ്ങളെയും അവർ ത്യജിക്കുന്നു. ഇനി അതുമാത്രമല്ല, ത്യക്ത സ്വജന ബാന്ധവ, സ്വന്തം ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ എല്ലാം അവർ ത്യജിക്കുന്നു എന്ന്. ഭഗവാനെ മാത്രം മതിയെന്ന് കരുതിയിട്ട് കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സ്വന്തം കർമ്മങ്ങളെയും ഒക്കെ ത്യജിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാലോ? എല്ലാം ഇട്ടെറിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക എന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സുകൊണ്ട് അതിനോടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, ഫാമിലി, കുടുംബം, സുഹൃത്തുക്കൾ, മക്കൾ, ഇതെൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ ഭാര്യ, ഇത് എൻ്റെ അച്ഛനും അമ്മയാണ്, ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ ഭൂമിയാണ്. നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ വേലി മതിൽ കെട്ടിയ ഒരു പൊടിക്ക് ഇങ്ങടോ അങ്ങടായോ അതിനു വേണ്ടി ആളുകൾ അവിടെ വിടുന്ന വഴക്ക് കൂടുക. ഇതെൻ്റെ സ്ഥലം, അതൊരു ശകരം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു മനസ്സ് കണ്ടല്ലോ. ഇതെൻ്റെ ഇതെല്ലാം എൻ്റെയാണ്. അങ്ങനെയുള്ള സ്വന്തം ബന്ധുമിത്രാദികൾ, ഈ കൂട്ടുകാരൻ എൻ്റെയാണ്. ആ കൂട്ടുകാരനോ കൂട്ടുകാരിയോ വേറൊരാളോടോ കുറച്ച് അധികം നേരം സംസാരിച്ചാൽ അസ്വസ്ഥത വന്നു, ദേഷ്യം വന്നു, ഇഷ്ടപ്പെടില്ല. കാരണം അവൾ അല്ലെങ്കിൽ അവൻ എൻ്റെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിയാണ്, അപ്പം എന്നോട് മാത്രമേ സംസാരിക്കൂ. ഈ ഒരു സ്വാർത്ഥത, അപ്പം മനസ്സുകൊണ്ട് ഉള്ള എൻ്റെ എന്നുള്ള തോന്നൽ ആ ബന്ധുമിത്രാദികളാകട്ടെ, കുടുംബമാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ അതും ഉപേക്ഷിക്കും. അവരെ കർമ്മങ്ങളും, എല്ലാ ഭൗതിക കർമ്മങ്ങളും മനസ്സുകൊണ്ട് ഇതൊക്കെ ഞാനാ ചെയ്തേ എന്നുള്ള ഭാവവും ആ മനസ്സുകൊണ്ട് സകല കർമ്മത്തെയും സകല ബന്ധുജനങ്ങളെയും കൂട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും വീട്ടിലും ജീവിക്കുന്നു, എല്ലാവർക്കും വേണ്ടതും ചെയ്തു കൊടുക്കുന്നു. പക്ഷേ മനസ്സ് ഈ ചെയ്യുന്ന കാര്യത്തിലും കർമ്മത്തിലും അതിനോട് മമത വയ്ക്കാതെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ കലർപ്പില്ലാത്ത ഭക്തിയോടുകൂടി ജീവിക്കുന്നവരാണ് ഈ സജ്ജനങ്ങൾ. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം എന്ത് കർമ്മവും ചെയ്യാം, കുടുംബജീവിതവും നയിക്കാം, പക്ഷേ മനസ്സ് അതിൽ വിട്ടുപോയാൽ അവിടെ ഭഗവാന്റെ സ്ഥാനമില്ല. അപ്പോൾ ഒരു കലർപ്പുമില്ലാതെ, മനസ്സ് വേറെ ഒന്നിലും പെടാതെ ഈശ്വരനിൽ മാത്രം ഇരിക്കുക, അങ്ങനെ ചേർത്ത് വെക്കുന്ന ഭക്തന്മാരാണ് ഈ പറഞ്ഞ സജ്ജനങ്ങൾ. അങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ടായിരിക്കണം നമ്മൾ സമ്പർക്കത്തിലിരിക്കേണ്ടത് എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി ശ്ലോകം 23. മദാശ്രയ കഥാമൃഷ്ട ശൃണ്വന്തി ഗായന്തി
കഥയന്തി ശൃണ്വന്തി കഥയന്തി ച തപന്തി വിവിധാ താപ ന ഏതാൻ മദ്ഗത ചേതസ മദാശ്രയ കഥാമൃഷ്ട ശൃണ്വന്തി കഥയന്തി ച തപന്തി വിവിധ താപ ന ഏതാൻ നൈതാൻ എന്നാൽ ന ഏതാൻ മദ്ഗത ചേതസ അതായത് മദാശ്രയ എന്നെ സംബന്ധിച്ചുള്ള എന്നെ ആശ്രയിച്ചിട്ടുള്ള കഥാമൃഷ്ട വളരെ സന്തോഷം നൽകുന്ന എൻ്റെ ചരിതങ്ങൾ ഭഗവാന്റെയും ആ അവതാര ചരിതങ്ങൾ ശൃണ്വന്തി ഈ സജ്ജനങ്ങൾ ഇങ്ങനെ എപ്പോഴും കേൾക്കുകയും കഥയന്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന അവർക്ക് വിവിധ താപ പല വിധത്തിലുള്ള 3 വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, അങ്ങനെ 3 വിധത്തിലുള്ള ദുഃഖങ്ങളാണ് മനുഷ്യനുള്ളത്. അങ്ങനെ ഏത് വിധത്തിലുള്ള ദുഃഖങ്ങളാണെങ്കിലും ഇതൊക്കെ അവരുടെ ജീവിതത്തിലും ഈ സജ്ജനങ്ങളുടെ ജീവിതത്തിലും അല്ലാത്തവരുടെ ജീവിതത്തിലും എല്ലാം അവർക്ക് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടത് എന്താണോ അതൊക്കെ അവർക്കുണ്ടാകും. പക്ഷേ മദ്ഗത ചേതസ എന്നിൽ ഭഗവാനിൽ ഉറപ്പിച്ച മനസ്സായതുകൊണ്ട് ന തപന്തി അവരെ ഏതാന്ന് വെച്ചാൽ അവര് ആ ദുഃഖങ്ങളിൽ ആ പ്രശ്നങ്ങളിലൊന്നും അവർ ദുഃഖിക്കുന്നില്ല. ദുഃഖവും സന്തോഷവും ഏത് ഇന്ദ്രിയം കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുക? പഞ്ചേന്ദ്രിയങ്ങളോ കർമ്മേന്ദ്രിയങ്ങളോ അല്ല, 11ാമത്തെ ഇന്ദ്രിയമാകുന്ന മനസ്സ്. ആ മനസ്സെന്ന ഇന്ദ്രിയം കൊണ്ടാണ് ദുഃഖിക്കുന്നതും സന്തോഷം അനുഭവിക്കുന്നതും. അപ്പോൾ ഈ മനസ്സ് എവിടെയാണ്? കലർപ്പില്ലാതെ ഭഗവാനിൽ മാത്രം ലയിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇവരുടെ ജീവിതത്തിലും സാധാരണ മറ്റെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പോലെ പല വിധത്തിലുള്ള ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നുവെങ്കിലും ആ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും ഇവരുടെ മനസ്സ് പോണില്ല. കാരണം മനസ്സാകുന്ന മുല്ലവള്ളിയെ ഭഗവാനാകുന്ന തണ്ടിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിവെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏതൊക്കെ വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും അവരുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്നില്ല. ദുഃഖം എന്നൊരവസ്ഥ അവർക്ക് ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളെ അന്വേഷിച്ച് ആ മാർഗങ്ങൾ ചെയ്ത് കർമ്മം ചെയ്ത് അവർ മുന്നോട്ട് പോകും. പക്ഷേ അതിങ്ങനെ സംഭവിച്ചല്ലോ. ഇപ്പം നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മളെടുക്കുന്ന പല ശ്രമങ്ങളും ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാൻ മനുഷ്യരല്ലേ. എല്ലാ തീരുമാനങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല. ശരിയാവുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ പല ഡിസിഷൻസ് എടുക്കും, അത് ശരിയാവില്ല. ശരിയാവുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ പല കർമ്മങ്ങളും ചെയ്യും, അത് ചിലപ്പോൾ ഫെയിലർ ആവാം, അല്ലേ, തോറ്റുപോകാം, പരാജയപ്പെട്ടു പോകാം. അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരാജയങ്ങളും തോൽവികളും എന്തൊക്കെ സംഭവിച്ചാലും മനസ്സ് അതോടെ ഇനി എനിക്കൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് ദുഃഖിക്കാതെ ഈ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും അവരുടെ മനസ്സിനെ, ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ കഴിയില്ല. അതിന് കാരണം അവർ മനസ്സ് ഭഗവാനിൽ സദാ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെപ്പോഴും സമ്പർക്കത്തിലിരിക്കേണ്ട ആ സജ്ജനങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇവിടെ കപില മഹർഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 24. എന്നിട്ട് അമ്മയോട് പറയാണ്, തേ ഏതേ സാധവ സാധ്വി സർവസംഗ വിവർജിത സംഗഃ തേഷു അധഃ തേ പ്രാർത്ഥ്യ സംഗദോഷഹര ഹിതേ. തേ ഏതേ സാധവ സാധ്വി സർവസംഗ വിവർജിത സംഗസ്തേഷു അധ തേ പ്രാർത്ഥ്യ സംഗദോഷഹരാ ഹി തേ. അതായത് തേ ഏതേ ഈ സജ്ജനങ്ങൾ, സാധ്വി എന്ന് വിളിക്കുന്നത് അമ്മയെയാണ് കേട്ടോ, അല്ലയോ ധർമ്മിഷ്ഠയായ മാതാവേ. തേ ഏതേ സാധവഹ ഇത്തരത്തിലുള്ള സാധവഹ സജ്ജനങ്ങൾ, അതായത് ഭക്തന്മാർ, സർവസംഗ വിവർജിത എല്ലാ രീതിയിലുമുള്ള സംഗമാവുക എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാച്ച്മെന്റ്, അതിൽ നിന്നും മുക്തരാക്കിയിട്ട്, വിവർജിത എന്ന് വെച്ചാൽ മുക്തരായിരിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ഭക്തന്മാർ, സജ്ജനങ്ങൾ. സദാ ഭഗവത് ചിന്തയിൽ ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള അറ്റാച്ച്മെന്റിൽ നിന്നും സംഗമത്തിൽ നിന്നും അവർ മുക്തരായിരിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെയുള്ള അവരുടെ ആയതിനാൽ തേ ഭവതി അമ്മ തേഷു ഇങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് സംഘം ചേരണം, അവരോട് സമ്പർക്കത്തിലിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനായിട്ട് തേ പ്രാർത്ഥ്യ അമ്മ അതിനായിട്ട് പ്രാർത്ഥിക്കണം. എനിക്ക് ഇതുപോലെയുള്ള സജ്ജനങ്ങളുമായി സമ്പർക്കം ഉണ്ടാക്കി തരണേ എന്ന് ഭഗവാനോട് അമ്മ പ്രാർത്ഥിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സംഘദോഷഹര ഹി തേ. തേ എന്ന് വെച്ചാൽ അവർ, ഈ സജ്ജനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ അറ്റാച്ച്മെൻറ്റ്, സംഘം ചേരൽ, അതുകൊണ്ടുണ്ടാകുന്ന അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ മമത, അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളെയും
ഇല്ലാതാക്കാൻ കഴിവുള്ളവരാണ് ഈ സജ്ജനങ്ങൾ. അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ കൂടെയുള്ള സമ്പർക്കം കൊണ്ട് പതിയെ 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 നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഈ മമത കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, വിഷമങ്ങൾ കുറഞ്ഞ് 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 വരാൻ സാധിക്കും. അതുകൊണ്ട് അമ്മ അങ്ങനെയുള്ളവരുമായി സമ്പർക്കത്തിലിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കണേ എന്നാണ് പറഞ്ഞത്. നമ്മൾ ദേവീ മഹാത്മ്യത്തിൽ കണ്ടില്ലേ, സുരത മഹാരാജാവും വൈശ്യനും രണ്ടുപേർക്കും ഒരേ പ്രശ്നമാണ്. സുരത മഹാരാജാവ് ഒന്ന് യുദ്ധത്തിൽ തോറ്റുപോയപ്പോൾ അദ്ദേഹത്തിന് അതുവരെ കൂടെ നിന്നിരുന്ന മന്ത്രിമാരും ആളുകളും ഒക്കെ ഉടനെ അദ്ദേഹത്തിൻ്റെ ഭണ്ഡാരവും സൈന്യത്തെ അപഹരിച്ച് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്ന് പുറത്താക്കി. കാരണം കഴിവില്ലാത്തവനാണ് രാജാവ് എന്ന് തോന്നി. അപ്പം അത്രയേ ഉള്ളൂ ആ സ്നേഹം. അതുപോലെ വൈശ്യനും നല്ല ധനികനായതുകൊണ്ട് തന്നെ ഭാര്യയും പുത്രന്മാരും കൂടി സ്വത്തിനു വേണ്ടി അച്ഛനെ പിടിച്ച് പുറത്താക്കി. ഇവർ രണ്ടുപേരും കാട്ടിൽ വന്നിരുന്നിട്ട് വൈശ്യൻ്റെ പുറത്താക്കിയ തൻ്റെ കുടുംബത്തെ, ഭാര്യയെയും മക്കളെക്കുറിച്ചും, രാജാവിൻ്റെ രാജ്യം, രാജാവിൻ്റെ ഭണ്ഡാരം, അവിടെ ഉണ്ടായിരുന്ന പ്രജകൾ, തൻ്റെ സൈനികർ, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കുറിച്ച്, രാജാവിനെ പുറത്താക്കിയ എല്ലാവരെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മമത, അവരെയൊക്കെ വിട്ടു പോകുന്നതിൻ്റെ സങ്കടം, അവർ തന്നെ ഒഴിവാക്കിയില്ലേ എന്നുള്ളതിൻ്റെ വിഷമം, സദാ മനസ്സ് അവരെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അറ്റാച്ച്മെൻ്റാണ്, മമത. അപ്പോൾ ഇങ്ങനെയുള്ള സജ്ജനങ്ങളുമായി സമ്പർക്കത്തിലിരുന്നപ്പോൾ, ഇപ്പോൾ സുരത മഹാരാജാവും വൈശ്യനും സുമേധസ് മഹർഷിയുമായി സമ്പർക്കത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹവാസം കൊണ്ട്, ആ സമ്പർക്കം കൊണ്ട് അവർ രണ്ടുപേരും മനസ്സിലാക്കി എന്താണ് അവരുടെ പ്രശ്നത്തിൻ്റെ കാരണമെന്ന്. അതാണ് മമത, അറ്റാച്ച്മെൻറ്റ്, സംഘം ചേരൽ, മനസ്സിങ്ങനെ ഒട്ടിപ്പിടിക്കുക, അവനവൻ്റെ ആൾക്കാരോട് അല്ലാത്ത അവനവൻ്റെ സ്വന്തം എന്ന് കരുതുന്നുള്ള ഒട്ടിപ്പിടിക്കൽ. അതാണ് തങ്ങളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് എത്താൻ ഈ മായയിൽ നമ്മളെ കൊണ്ടിട്ട ദേവിയെ തന്നെ അഭയം പ്രാപിക്കാൻ മഹർഷി പറഞ്ഞപ്പോൾ അവരത് ചെയ്തു കണ്ടോ. അപ്പോൾ ഒരു സജ്ജനമായ ഒരു ഗുരുവിൻ്റെ, അത്രയും വലിയൊരു ഗുരുവിൻ്റെ സമ്പർക്കത്തിലിരുന്നപ്പോൾ അവർ ആ മമതയിൽ നിന്നുണ്ടാകുന്ന ദോഷത്തിൽ നിന്നും കരകയറി. അതുപോലെ അമ്മയ്ക്കും സാധിക്കും. അതുകൊണ്ട് അമ്മ എപ്പോഴും സജ്ജനങ്ങളുമായി സമ്പർക്കത്തിലിരിക്കാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം, അത് സാധിക്കണേ എന്ന് മഹർഷി കപില വാസുദേവൻ അമ്മയെ ഉപദേശിച്ചു. ശ്ലോകം 25. ഇനി ഈ സജ്ജനങ്ങളെ, നമ്മളെപ്പോഴും ഈ സജ്ജനങ്ങളെ നമുക്ക് സമ്പർക്കത്തിലിരിക്കാൻ പറ്റുമോ? അതായത് ഇപ്പം നമ്മുടെ വീടിനകത്ത് കുടുംബാംഗങ്ങളുണ്ടാവും. ഇതുപോലെ ആത്മീയ പാതയിലേക്ക് പോകുന്നവരൊന്നായിരിക്കില്ല. കുടുംബജീവിതം, ലൗകികത, മക്കള്, പ്രാരാബ്ധം, കാര്യങ്ങൾ ഇതുമായി ചിന്തിച്ചിങ്ങനെ ജീവിക്കുന്ന തികച്ചും ലൗകികരായ ആൾക്കാരായിരിക്കും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ കൂടെ ജോലി ചെയ്യുന്നവരും തികച്ചും ലൗകികരായിരിക്കും. അപ്പം നമുക്ക് എപ്പോഴും സജ്ജന സമ്പർക്കം കിട്ടിയെന്ന് വരില്ലല്ലോ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലും കുടുംബത്തിലും ജോലി സ്ഥലത്തും കർമ്മ മേഖലയിലും എവിടെയായാലും പൊതുനിരത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളിലാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള സജ്ജനങ്ങളെ കിട്ടിയെന്ന് വരില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൂടുതലും ലൗകിക ചിന്തയോട് ആസക്തിയുള്ളവരാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ശ്ലോകം 25 പറയുന്നത്. സദാം പ്രസംഗാത് മമ വീര്യ സംവിദോ ഭവന്തി ഹൃത് കർണരസായന കഥ തത് ജോഷണാത് ആശു അപവർഗ വർത്മനി ശ്രദ്ധാരതി ഭക്തി അനുക്രമിഷ്യതി. സദാം പ്രസംഗാത് മമ വീര്യ സംവിദഃ ഭവന്തി ഹൃദ് കർണരസായനഃ കഥാഃ തത് ജോഷണാത് ആശു അപവർഗ വർത്മനി ശ്രദ്ധാഃ രതി ഭക്തി അനുക്രമിഷ്യതി. സദാം ഇങ്ങനെയുള്ള ഭക്തന്മാരെ, ഇപ്പോൾ ഈ സജ്ജനങ്ങളായിട്ടുള്ള ഭക്തന്മാരെ പ്രസംഗാത്ത് അവരുമായിട്ടുള്ള സഹവാസം നമുക്ക് വരുമ്പോൾ മമ എൻ്റെ, അപ്പം അമ്മയോട് പറയാണ് കപില മഹർഷി, ഇങ്ങനെയുള്ള നല്ല നിഷ്കളങ്ക ഭക്തരോടുകൂടി സഹവാസം വരുമ്പോൾ, സമ്പർക്കം വരുമ്പോൾ എൻ്റെ എൻ്റെ വീര്യസംവിധ, എൻ്റെ മഹാത്മ്യങ്ങളെ, ആ ചരിതങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു തരുന്നത് ഹൃദ് കർണ രസായന കഥ, ഹൃദയത്തിനും കർണം ചെവിക്കും ഇന്ദ്രിയങ്ങൾക്കും രസായനം ഏറ്റവും ആനന്ദം നൽകുന്ന എൻ്റെ കഥകൾ ഭവന്തി നിത്യവും കേൾക്കാമല്ലോ. അതാണ് ആ പറഞ്ഞത്. നമ്മുടെ വീട്ടിലുള്ളവർ ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവർ ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം. പക്ഷേ നമ്മളുടെ ജീവിതപാതയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി,
ആ നിഷ്കളങ്കമായ ഭക്തിയുള്ള ഏതെങ്കിലും ഒരാൾ നിത്യവും എൻ്റെ കഥകൾ അവരുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ നിത്യവും എൻ്റെ ചരിതങ്ങൾ, എൻ്റെ മഹാത്മ്യങ്ങൾ ഹൃദയത്തിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന, കാതുകൾക്കും കുളിർമ നൽകുന്ന എൻ്റെ കഥകൾ നിങ്ങൾക്ക് നിത്യവും അവരിലൂടെ കേൾക്കാമല്ലോ, ഭവന്തി കേൾക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ തത് ജോഷണാത്, അങ്ങനെ നിത്യവും ഈശ്വര ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ഭഗവാന്റെ ചരിതങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആശു വളരെ പെട്ടെന്ന് തന്നെ അപവർഗവർമ്മനി മോക്ഷത്തിലേക്കുള്ള പാതയിലേക്ക് നിങ്ങൾ കടക്കും. മനസ്സിലായോ? നിത്യവും അത് കേൾക്കാം. നമ്മൾ കാലത്തൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യം പലരും നമ്മളോട് പലതും പറയുന്നുണ്ട്. മോശം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടല്ലോ ഈ മാലിന്യങ്ങൾ. അവരാ സ്വസ്ഥത വരുമ്പോൾ അത് കൂടെ നിൽക്കുന്ന ആളുടെ മേലിക്കാണ്ട് എടുത്തിടും. ആ ചളി വാരി എറിയുന്നതൊക്കെ നമ്മുടെ മേല് വന്ന് തട്ടും. നമ്മൾ എന്ത് ചെയ്യാവുന്ന കുളി കഴിഞ്ഞാൽ അത് കഴുകിപ്പോയി, അത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കാം. പലരും അവരുടെ മനസ്സിലെ എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്തൊക്കെ വിളിച്ചു പറയും, നമ്മളോട് മോശമായ രീതിയിൽ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കും. വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായാലും എപ്പോഴെങ്കിലും ഒരിക്കലും ഒന്നരാടമോ ആഴ്ചയിലൊക്കെ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെയുള്ള സത്സംഗത്തിലൂടെ ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കേൾക്കുന്നതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കാട് കയറി. ഇപ്പം ഇന്ന് നമ്മളൊരു മോശം അനുഭവം ഉണ്ടായി, അതിനെക്കുറിച്ച് ഇന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി നമ്മളൊരു സത്സംഗം കേൾക്കുകയാണെങ്കിൽ ആ 1 മണിക്കൂർ നേരം അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഭാരം ഉണ്ട് നമ്മുടെ കുറഞ്ഞു. അതേസമയം അത് കേൾക്കാനുള്ളൊരു സാഹചര്യം നമുക്കില്ല എങ്കിൽ വിചാരിക്കൂ, നമ്മൾ കിടക്കാൻ പോകുമ്പോഴും കിടന്നുറങ്ങാനിരിക്കുമ്പോഴും ഉറക്കം വരില്ല. അപ്പോഴും മനസ്സ് ഇതിങ്ങനെ അനുഭവിച്ച പറഞ്ഞ കാര്യങ്ങളെ റിപ്പീറ്റ് ഇങ്ങനെ കേട്ട് നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ ആ സമയം നമ്മളൊരു സത്സംഗമാണ് കേൾക്കുന്നതെങ്കിൽ, ആ സമയത്ത് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കുറേ നേരം ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിന്തയുടെ അധികം കുറയും അല്ലേ. അല്ലെങ്കിൽ മനസ്സിങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചലിച്ച് ആ ചിന്തയിൽ തന്നെ കാട് കയറി പോകുന്നത് കുറയണോ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ മോക്ഷത്തിലേക്കുള്ള പാതയിലേക്ക് പതുക്കെ നമ്മളങ്ങനെ പ്രവേശിക്കാൻ തുടങ്ങും. കാരണം എന്താണെന്നറിയോ, ഇതിങ്ങനെ നിത്യവും ഇടയ്ക്കിടയ്ക്കും കേൾക്കുന്നത് കൊണ്ട് മനസ്സടങ്ങാൻ തുടങ്ങി. കുറേശ്ശെ ഈ കാട് കയറിയ ചിന്തകൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പോകുന്നിടത്തുനിന്ന് കുറേശ്ശെ മനസ്സിങ്ങനെ അടങ്ങാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ കേൾക്കണേ. അപ്പോൾ അതിങ്ങനെ പിന്നെയും കേൾക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് മറ്റു ചിന്തകൾ മനസ്സിൽ കുറഞ്ഞു വരുന്നു. അപ്പോൾ കുറേശ്ശെ മനസ്സ് നിശ്ചലമാവാൻ തുടങ്ങിയില്ലേ. പൂർണ്ണമായും ചലിക്കുന്നില്ല എന്നല്ല, ആദ്യത്തെ അത്ര ചലനം, അതായത് ചിന്തകളാകുന്ന ചലനം മനസ്സിന് വരുന്നില്ല. അത്രയും സമയം ഈശ്വര ചിന്തയാണ് വരുന്നത്. അപ്പോൾ ഈശ്വരനിലേക്ക്, മുക്തിയിലേക്കുള്ള പാതയിലേക്ക് പ്രവേശിച്ച് ശ്രദ്ധ, വളരെ ദൃഢവിശ്വാസമുള്ള രതി എന്ന് വെച്ചാൽ ഒരു ആകർഷണീയത, ആസക്തി, ഭഗവാനോടൊരു ആസക്തിയും തോന്നി അങ്ങനെ ഭക്തി, നിഷ്കളങ്കമായൊരു ഭക്തി അനുക്രമിഷ്യതി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ നമുക്കിപ്പോൾ വീട്ടിൽ കിട്ടില്ല, ജോലി സ്ഥലത്ത് കിട്ടില്ല, സുഹൃത്തുക്കളുടെ ഇടയിൽ കിട്ടുന്നില്ലെങ്കിൽ പോലും അങ്ങനെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ അവരുമായിട്ട് സമ്പർക്കത്തിലിരുന്ന് സത്സംഗത്തിലൂടെ, ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഈ സത്സംഗത്തിലൂടെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഭഗവാന്റെ കഥകളും ചരിതങ്ങളും ഒക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റുമ്പോൾ അങ്ങനെ വളരെ അധികം താമസിയാതെ തന്നെ നമ്മൾ ആ മോക്ഷത്തിലേക്കുള്ള മാർഗത്തിലേക്ക്, ആ പാതയിലേക്ക് പതുക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങും. കാരണം എന്താണെന്നാ, ഒരുപാട് ചിന്തകൾ വന്ന് അലട്ടുന്ന മനസ്സ് കുറേശ്ശെ അടങ്ങാൻ തുടങ്ങി. ചിന്തകളുടെ അളവ് കുറഞ്ഞു. അങ്ങനെ ഈശ്വരപാതയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ ദൃഢമായിട്ടുള്ള ഭഗവാനോട്, ഈ നിത്യവും കേൾക്കുന്ന ആ ഭഗവാനോട് ഒരു ആസക്തി, ഭഗവാനെ എനിക്ക് അനുഭവിക്കണം എന്നൊരു ആസക്തി തോന്നാൻ തുടങ്ങുമ്പോൾ നിഷ്കളങ്കമായ ഒരു ഭക്തി അങ്ങനെ മനസ്സിൽ വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭക്തി വരാൻ വേണ്ടിയിട്ടാണ് സജ്ജന സമ്പർക്കം ആവശ്യമാണ് എന്ന് പറയുന്നത്. അതാണ് കപില വാസുദേവൻ പറഞ്ഞത്. ശ്ലോകം 26. ഭക്ത്യാ പൂമാൻ ജാതവിരാഗ ഐന്ദ്രിയാത് ദൃഷ്ടശ്രുതാത് മതരചന അനുചിന്തയ ചിത്തസ്യ യത്തഃ ഗ്രഹണേ യോഗയുക്തഃ യദിഷ്യതേ ഋജുഭി യോഗമാർഗൈഃ.
ഭക്ത്യാ പുമാൻ ജാത വിരാഗ ഐന്ദ്രിയാത് ദൃഷ്ടശ്രുതാത് മദരചന അനുചിന്തയ ചിത്തസ്യ യത്തഃ ഗ്രഹണേ യോഗയുക്തഃ യദിഷ്യതേ ഋജുഭിഹി യോഗമാർഗൈഹി. ഭക്ത്യാ, ഇങ്ങനെയുള്ള നിഷ്കളങ്കമായ ഭക്തി അങ്ങനെ മനസ്സിൽ വന്നു തുടങ്ങിയ പുമാൻ, ആ മനുഷ്യൻ, ഐന്ദ്രിയാത് ജാത വിരാഗ, ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് വിരാഗ, അതിൽ നിന്ന് മുക്തരായിട്ട്, അതായത് ആ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ ഇങ്ങനെ ആഹരിക്കുകയാണ്, ശബ്ദത്തിനെ, രൂപത്തിനെ, സ്പർശത്തിനെയൊക്കെ ഇങ്ങനെ ആഹരിക്കുമ്പോൾ അത് ആസ്വദിക്കുന്ന മനസ്സ് അതിൽ നിന്നൊക്കെ മുക്തമാവും. കാരണം എന്താ, അതിൻ്റെ പറയുന്നതിനെയും കേൾക്കുന്നതിൻ്റെയും പിന്നാലെ ഒന്നും പോകാൻ സമയമില്ല. കുറച്ചു നേരം പോകുമ്പോഴേക്കും സത്സംഗം കേട്ടു, അപ്പോൾ മനസ്സ് വീണ്ടും ഭഗവാനിലേക്ക് വരുന്നു. വീണ്ടും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു, പല പല കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ പലതും കേട്ടു, കണ്ടു, അപ്പോൾ അതിൻ്റെ പിന്നാലെ ചിന്തിച്ചു, പക്ഷേ വീണ്ടും സത്സംഗം കേട്ടു, അപ്പോൾ വീണ്ടും മനസ്സ് ഭഗവാന്റെ ചിന്തയിലേക്ക് വന്നു. അങ്ങനെ ചിന്തകൾ കുറയാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ആസക്തി, പല പല ഭൗതിക കാര്യങ്ങളോടുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിൽ കുറഞ്ഞ് എന്ത് ചിന്തകളാണ്? ദൃഷ്ടഃ, കാണുന്നതും, ശ്രുതാത്, കേൾക്കുന്നതുമായ സുഖങ്ങളെക്കുറിച്ച്. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, ഇനി സ്വർഗത്തിലെത്തിയാൽ ആ സുഖം, ഈ സുഖം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. കേട്ടുപരിചയമുള്ളതും കണ്ടുപരിചയതുമായ സുഖങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ കുറഞ്ഞിട്ട് നമ്മൾക്ക് ആ സ്ഥാനത്ത് എന്താ വരുന്നത്? മത് രചന അനുചിന്തയ. മത് എന്ന് വെച്ചാൽ എൻ്റെ, രചന എന്ന് വെച്ചാൽ സൃഷ്ടി, രചിക്കുക, സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടി മുതലായ എൻ്റെ കർമ്മങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്ത ആ സ്ഥാനത്ത് വരുന്നു. മനസ്സിലായ? കാരണം എൻ്റെ കർമ്മങ്ങളും ചരിതങ്ങളും മഹാത്മ്യമാണ് നിങ്ങൾ നിത്യവും കേൾക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഭൗതികമായ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഈശ്വര കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കുന്നത് കൊണ്ട് മറ്റേ ചിന്തയുടെ കാഠിന്യം കുറഞ്ഞു. അപ്പോൾ ഈ ഭൗതികമായ ഈ ലോകത്തെയും പരലോകത്തെക്കുറിച്ചൊക്കെയുള്ള സുഖങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതുമായ സുഖങ്ങളുടെ പിന്നാലെ മനസ്സ് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അത് തടഞ്ഞിട്ട് ഈ സമ്പർക്കം കൊണ്ട്, ഈ സത്സംഗങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ്, ഓരോരുത്തരുടെയും മനസ്സ് ആ ഒരു ഭഗവാന്റെ പ്രപഞ്ച സൃഷ്ടികർമ്മം മുതലായ ചരിതങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങളെക്കുറിച്ച് അതിലേക്ക് അനുചിന്തയ, അതിനെക്കുറിച്ച് മനസ്സ് ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പം എന്താ സംഭവിക്കുക? ചിത്തസ്യ യത്തഃ, മനസ്സ് നിയന്ത്രണ വിധേയമാകുന്നു, മനസ്സടങ്ങാൻ തുടങ്ങി. കാരണം ഈശ്വരനാണ്, ഈശ്വരനെ കുറിച്ചാണ്, ഭഗവാന്റെ കഥകളെക്കുറിച്ച്, ചരിതങ്ങളെക്കുറിച്ച്, മഹാത്മ്യങ്ങളെക്കുറിച്ചാണ് കേൾക്കുന്നത്. അപ്പം അതാണ് ചിന്തിക്കുന്നത്. അപ്പം മനസ്സ് പതുക്കെ പതുക്കെ ഭഗവാനിൽ മുഴുകി, ഗ്രഹണേ, മനസ്സ് നിയന്ത്രണ വിധേയമായി. അങ്ങനെ യോഗമാർഗ, യഥാർത്ഥത്തിലുള്ള യോഗമാർഗത്തിലൂടെ, അപ്പം മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടുള്ള യോഗമാർഗം, യോഗ പരിശീലനം ഉണ്ടല്ലോ, മനസ്സടങ്ങാനുള്ള യോഗ പരിശീലനം, അതായത് ശരീരം കൊണ്ട് ചെയ്യുന്ന യോഗയല്ല, മനസ്സിനെ അടക്കാനായിട്ടുള്ള പ്രാണായാമം മുതലായ യോഗ പരിശീലനത്തിലൂടെ യോഗയുക്ത, ഋജുഹു, ഋജുഹു എന്ന് വെച്ചാൽ നിഷ്പ്രയാസം, യോഗയുക്ത, ഭഗവാനിൽ ലയിക്കുന്നത് യദിഷ്യതേ, നിങ്ങൾക്ക് സാധ്യമാക്കും. അമ്മയോട് കപില മഹർഷി പറയണം. അപ്പം സജ്ജനങ്ങളുമായ സമ്പർക്കത്തിലൂടെ നിരന്തരമായി അങ്ങനെ കുറേ നാൾ പോകുമ്പോൾ മനസ്സ് കുറേശ്ശെ അടങ്ങി, ആ ചിന്തകളുടെ കാഠിന്യം കുറഞ്ഞ്, അളവുകൾ കുറഞ്ഞ് മനസ്സ് സൈലൻ്റ് ആവാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ അടങ്ങാൻ തുടങ്ങുമ്പോൾ, ആ അങ്ങനെ അടങ്ങി തുടങ്ങുമ്പോൾ തന്നെ, മനസ്സടങ്ങുമ്പോൾ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പല വിഷയങ്ങളും നമുക്ക് കൊടുന്നു തരുന്നുണ്ട് ആഹരിച്ചിട്ട്. ഇവിടുത്തെ സുഖങ്ങളെക്കുറിച്ചും ഭൂമിയിലെ സുഖങ്ങളെക്കുറിച്ച് കാണിച്ചു തന്നും കേൾപ്പിച്ചൊക്കെ നമുക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും മനസ്സ് അതിലേക്ക് പോകാതെ ഭഗവാന്റെ ചരിതങ്ങളും കഥകളും സൃഷ്ടിയും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചൊക്കെ കേൾക്കുന്ന അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ, കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് പതുക്കെ പതുക്കെ ഭഗവാനിലേക്ക് ലയിച്ച് നമുക്ക് നിയന്ത്രണ വിധേയമായി, അതായത് ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു, മനസ്സിനെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ട്, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ യോഗ പരിശീലനവും യഥാർത്ഥ മനസ്സിനെ അടക്കാനുള്ള യോഗ പരിശീലനം കൂടി ചെയ്യാൻ തുടങ്ങിയാൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് ആ ഭഗവാനിലേക്ക് ലയിക്കാൻ, യോഗയുക്ത ലയിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 27. ഇനി ആ ഭക്തി കൊണ്ട് മാത്രം അത് സാധ്യമല്ല എന്നും കൂടി പറയുകയാണ് കപില മഹർഷി. അതായത് ഭക്തി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദ്വൈതഭാവമുണ്ട്. അതായത് ഭക്തി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഒരു അവതാര രൂപത്തോട് തോന്നുന്ന ആരാധന,
അപ്പോൾ കഥകളിലൂടെ ഭഗവാന്റെ ജനിച്ചത്, കർമ്മങ്ങൾ സൃഷ്ടിച്ചത് ഒക്കെ, കർമ്മങ്ങൾ അങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ട് വരുമ്പോൾ ആ അവതാരമൂർത്തിയോട് തോന്നുന്ന ആരാധന, ഭക്തി, അതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഭഗവാൻ ഭക്തൻ എന്ന ഒരു ദ്വൈതം അവിടെ ഉണ്ടാകുന്നു. ആ ഒരു ദ്വൈതത്തിൽ നിൽക്കുമ്പോൾ അദ്വൈതമാകുന്ന ഭഗവാനെ അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ഭക്തിയിൽ നിന്ന് തുടങ്ങിയിട്ട്, ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം, പക്ഷെ ഭക്തിയിലൂടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ എത്തേണ്ടത് ഭക്തിയോടുകൂടി ഭഗവാനെ ആരാധിച്ച് തന്നെ ഇരിക്കുക. ആ അവസ്ഥയിൽ തന്നെ എന്നും ഇരുന്നാൽ ആ ലക്ഷ്യത്തിൽ, പരമലക്ഷ്യത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റില്ല. അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഈ ആരാധിക്കുന്ന ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള ആ ഉണ്മ, ആ പരമസത്യം എന്താണെന്ന് അറിയുന്ന ഒരു ജ്ഞാനം മനസ്സിൽ തെളിയണം. ആ ജ്ഞാനം വരുമ്പോൾ എന്താ സംഭവിക്കുക? വിരക്തി, അതായത് വൈരാഗ്യം, രാഗങ്ങളിൽ നിന്നുള്ള മുക്തി അവിടെ സംഭവിക്കും. കാരണം യഥാർത്ഥത്തിലുള്ള ഉണ്മ എന്താണെന്ന് മനസ്സിലാവുന്നതോട് കൂടിയിട്ട് ഈ ഭൗതിക ലോകത്തിനോട് മനസ്സുകൊണ്ട് ഒരു വിരക്തി സ്വമതേയ ഒരുവന് സംഭവിക്കും. ജ്ഞാനം നേടിക്കഴിയുമ്പോൾ, ഈ ജ്ഞാനം നേടണമെങ്കിൽ എന്ത് വേണം? മനസ്സടങ്ങണം. അതടങ്ങാനാണ്, ഭക്തിയാണ് ഏറ്റവും സരളമായ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പിടിച്ചത്, ഭക്തിക്ക് വേണ്ടി പിടിച്ചത് ഭഗവാന്റെ ഒരു അവതാര രൂപത്തെയാണ്, ഒരു മൂർത്തിയെയാണ്. ആ കഥകളിലാണ് നമ്മൾ ആകൃഷ്ടരായിട്ട് അതിലാണ് ലയിച്ചിരുന്നിട്ട് ആ ആരാധനാമൂർത്തിയിൽ പിടിച്ചിട്ടാണ് നമ്മുടെ മനസ്സിൽ ഭക്തി തുടങ്ങിയത്. ഭക്തി തുടങ്ങിയപ്പോൾ മനസ്സടങ്ങി. അങ്ങനെ തെളിഞ്ഞ ജലാശയം പോലെ മനസ്സ് ശുദ്ധമായപ്പോൾ ജ്ഞാനം തെളിയും. യഥാർത്ഥ ജ്ഞാനം ഞാൻ ആരാധിക്കുന്ന ഈ ഭഗവാന്റെ മൂലമായ സ്ഥാനം, പരമസ്ഥാനം, പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കലാണ്. ആ ഭഗവാൻ, ഞാനും ആ ഭഗവാനും ആരാണെന്ന് തിരിച്ചറിയലാണ് ശരിയായ ജ്ഞാനം. ആ ജ്ഞാനം തെളിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിനോട് ഒരു മമത, അറ്റാച്ച്മെൻറ്റ് പിന്നെ തോന്നില്ല. അതാണ് വിരക്തി, ജ്ഞാനവും വൈരാഗ്യവും എന്ന് പറയുന്നത്. ഈ രണ്ടും കൂടി അതിൽ വരണം. അപ്പോഴാണ് യോഗയുക്തൻ, ഭഗവാനിലേക്ക് ലയിക്കുന്ന ഒരവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കുക. അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കപില മഹർഷി. അതാണ് അസേവയാ അയം പ്രകൃതി ഗുണാനാം ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേന യോഗേന മയി അർപ്പിതയാ ച ഭക്ത്യാ മാം പ്രത്യക് ആത്മാനം ഇഹ അവരുന്തേ. അസേവയാ അയം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് അസേവയ, ആ വിരക്തി കൊണ്ട് പ്രകൃതേ ഗുണാന, പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു വിരക്തി വന്ന് ഭക്തി വളർന്നപ്പോൾ മനസ്സിലെ ചിന്തകളൊക്കെ അടങ്ങിയല്ലോ. മനസ്സ് കുറേശ്ശെ അടങ്ങാൻ തുടങ്ങി. മനസ്സങ്ങനെ, ചിന്തകളാണ് മാലിന്യങ്ങൾ. ആ ചിന്തകൾ കുറഞ്ഞപ്പോൾ മാലിന്യം കുറഞ്ഞു. അപ്പോൾ മനസ്സ് ശുദ്ധമാവാൻ, തെളിയാൻ തുടങ്ങിയപ്പോൾ ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേന, ജ്ഞാനത്വവും വൈരാഗ്യവും പതിയെ ആ മനസ്സിൽ വളരാൻ തുടങ്ങി. അപ്പോൾ ആ ഭക്തി കൊണ്ട് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വിരക്തമാവാൻ തുടങ്ങിയപ്പോൾ മനസ്സ് തെളിഞ്ഞു. ആ തെളിഞ്ഞ മനസ്സിൽ ജ്ഞാനം പ്രകാശിച്ചു. ജ്ഞാനം പ്രകാശിച്ചപ്പോൾ, ശരിയായ ജ്ഞാനം കിട്ടിയ പിന്നെ ഈ ലോകത്ത് കാണുന്ന യഥാർത്ഥം അല്ലാത്തതായിട്ടുള്ള എന്തിനോടെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവും? അതില്ല. അതാണ് ജ്ഞാനം, വൈരാഗ്യം. ഈ രണ്ടും അവസ്ഥയും വളർന്നു വന്ന് അതിലൂടെ യോഗേന, ഈ സമയത്ത് യോഗ ആ യഥാർത്ഥ യോഗ പരിശീലനത്തിലൂടെ മയി അർപ്പിത, എന്നിൽ അർപ്പിതമായ സമർപ്പിച്ച ഭക്തി, ആ ഭക്തിയും ഉണ്ടായാൽ എന്താ സംഭവിക്കുക? മാം പ്രത്യക് ആത്മനാം, പരിപൂർണ ആത്യന്തിക സത്യമായിട്ടുള്ള മാം, എന്നെ, പ്രത്യകാത്മനാം എന്ന് വെച്ചാൽ ആത്യന്തിക സത്യമായ എന്നെ, ഇഹ, ഈ ജീവിതത്തിൽ തന്നെ അവൻ അവരുത്തെ നേടിയെടുക്കുന്നു. അപ്പോൾ ഭക്തിയോടെ ആ മനസ്സ് അടങ്ങി, മനസ്സടങ്ങുമ്പോൾ മാലിന്യം കുറഞ്ഞു, ശുദ്ധമാകുന്ന മനസ്സിൽ ജ്ഞാനം തെളിയാണ്. ഞാൻ ആരാധിക്കുന്ന മൂർത്തിയായിരിക്കുന്ന ആ ഭഗവാനും ഞാനും യഥാർത്ഥത്തിലുള്ള ആ സ്വരൂപം എന്താണെന്നുള്ള ജ്ഞാനം പ്രകാശിച്ചപ്പോൾ അയഥാർത്ഥമായ ഈ ലോകത്തിനോട് നിന്നും മനസ്സ് വിടുന്നു. അതാണ് വൈരാഗ്യം. ഇത് രണ്ടും വർദ്ധിച്ചതോടുകൂടി ആ സമയം യോഗ, മനസ്സിനെ വീണ്ടും അടക്കാനുള്ള, ഏകാഗ്രമാക്കാനുള്ള യോഗ പരിശീലനം കൂടി ചെയ്യുമ്പോൾ എന്നിൽ സമർപ്പിക്കപ്പെട്ട ഭക്തിയോടുകൂടി അങ്ങനെ
ആത്യന്തിക സത്യമായ എന്നെ ഈ ജന്മത്തിൽ തന്നെ അവൻ പ്രാപിക്കുന്നു. മനസ്സിലായോ? എങ്ങനെയാണ് ആ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തിയ വഴി എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ശ്ലോകം 28 ഇത്രയും കേട്ടപ്പോൾ അപ്പം ദേവഹൂതി ചോദിക്കുകയാണ് മകനോട്, കാചിത് ത്വയി ഉചിതാ ഭക്തി കീദൃശി മമ ഗോചര യയാ പദം തേ നിർവാണം അഞ്ജസ അന്വാശനവ അഹം. അതായത് കാചിത് ത്വയി ഉചിത, കാചിത് എന്താണ്, ത്വയി ഭഗവാനെ ഉചിത ഭക്തി, ഏറ്റവും ഉചിതമായ ഭക്തി. അപ്പം ഈ ഭഗവാനോടുള്ള ഈ ഭക്തി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഉചിതമായ ശ്രേഷ്ഠമായ ഭക്തി എന്നാൽ എന്താണ്? ഇനി കീദൃശി മമ ഗോചര, മമ എനിക്ക് ഗോചരമായിട്ടുള്ളത്, അനുയോജ്യമായ അനുയോജ്യമായത് കീദൃശി ഏത് തരം ഭക്തിയാണ്? ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. എനിക്ക് അനുയോജ്യമായത് ഏത് തരം ഭക്തിയാണ്? ഇനി പറയാണ് യയാ എന്തുകൊണ്ടാണ്, തേ പദം ആ ഭഗവാന്റെ പദം, നിർവാണം എന്ന് വെച്ചാൽ മോക്ഷസ്വരൂപനായ ആ ഭഗവാന്റെ ആ പദം, അഞ്ജസ വളരെ എളുപ്പത്തിൽ, അന്വാശനവ എന്ന് വെച്ചാൽ അനുഭവിക്കാൻ കഴിയണം, അഹം ഞാൻ. ഏതു തരത്തിലുള്ള ഭക്തി കൊണ്ടാണ് എനിക്ക് ആ മോക്ഷസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ ശരണം, അല്ലെങ്കിൽ ഭഗവാന്റെ പദത്തെ, ആ ഭഗവത് പദത്തെ, പരമപദത്തെ, അപൂർണതയെ ഏതു തരത്തിലുള്ള ഭക്തിയിലൂടെയാണ് എനിക്ക് അനുഭവിക്കാൻ കഴിയുക? അപ്പം ചോദിച്ചത് എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി, രണ്ടാമത്തത് എനിക്ക് അനുയോജ്യമായ ഭക്തി എന്താണ്? അപ്പം ആ ചോദ്യത്തിൻ്റെ തന്നെ ബാക്കിയാണ് ഏത് തരത്തിലുള്ള ഭക്തിയിലൂടെയാണ് എനിക്ക് ആ ഭഗവത് പദത്തെ പ്രാപിക്കാൻ സാധിക്കുക? ഈ ചോദ്യമാണ് ചോദിച്ചത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അപ്പം ഭക്തിയെക്കുറിച്ച് അങ്ങനെ ചോദിച്ചു. ഇനി യോഗ പരിശീലനത്തെക്കുറിച്ച് ചോദിക്കുന്നതാണ് ശ്ലോകം 29. യോ യഹ യോഗഃ ഭഗവദ്ബാണ നിർവാണാത്മാ ത്വയാ ഉദിതഃ കീദൃശഃ കതി ച അംഗാനി യതഃ തത്വ അവബോധനം. യഹ യോഗഃ ഭഗവദ്ബാണ നിർവാണാത്മം ത്വയാ ഉദിതഃ കീദൃശഃ കതി ച അംഗാനി യതഃ തത്വ അവബോധനം. യഹ, ഇനി ചോദിക്കുന്ന അടുത്ത ചോദ്യം ഏതാണ്? യോഗഃ ആ യോഗം, ഭഗവത് ബാണ ഭഗവാനിലേക്ക് പോകുന്ന ബാണം എന്ന് വെച്ച ശരം, ഭഗവാനെ ലക്ഷ്യമാക്കി പോകുന്ന ശരമാകുന്ന ആ പോകാനുള്ള വഴിയാകുന്ന ആ യോഗ പരിശീലനം എന്ന് അങ്ങ് പറഞ്ഞില്ലേ, അതെന്താണ്? നിർവാണാത്മം മോക്ഷസ്വരൂപനായ ഭഗവാനെ ത്വയി ഉദിത അങ്ങ് പറഞ്ഞില്ലേ, ഭഗവാനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗമായ ആ യോഗ എന്ന് പറഞ്ഞത് അതെന്താണ്? ഇനി കീദൃശ കതീച്ച അങ്കാനി, ഈ യോഗയ്ക്ക് ഏതൊക്കെ വിധത്തിലുള്ള കീദൃശ എന്ന് വെച്ച സ്വഭാവം, എന്താണ് അതിൻ്റെ സ്വഭാവം? കതീച്ച അങ്കാനി, അതിന് ഏതൊക്കെ അംഗങ്ങളുണ്ട്? യഥ ഏതുകൊണ്ടാണോ തത്വ അവബോധനം, സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് യോഗയിലൂടെയാണോ ആ യോഗ എന്ന് വെച്ചാൽ എന്താണ്? അങ്ങ് പറഞ്ഞ ആ യോഗ എന്ന് വെച്ചാൽ എന്താണ്? ആ യോഗയുടെ സ്വഭാവം എന്താണ്? ആ യോഗത്തിൻ്റെ അതിന് ഏതൊക്കെ തരത്തിലുള്ള അംഗങ്ങളുണ്ട്? ഇത്രയും ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇനി 30ാമത്തെ ചോദ്യം ദേവഹൂതി തന്നെയാണ് പറയുന്നത്. തത് ഏതദ്മേ വിജാനീഹി യദാഹം മന്ദതി ഹരേ സുഖം ബുദ്ധേയ ദുർബോധം യോഷാ ഭവത് അനുഗ്രഹാത്. തത് ഏതദ്മേ വിജാനീഹി യദാ അഹം മന്ദതി ഹരേ സുഖം ബുദ്ധേയ ദുർബോധം യോഷാ ഭവത് അനുഗ്രഹാത്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ തത് ഏതത്, ഈ പറഞ്ഞ ഭക്തിയെക്കുറിച്ചും യോഗത്തെക്കുറിച്ചും. അപ്പോൾ എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി, എന്താണ് എനിക്ക് അനുയോജ്യമായ ഭക്തിമാർഗം, എനിക്ക് ആ ഭഗവത് പദം പ്രാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഭക്തിമാർഗം ഏതാണ്? അങ്ങ് പറഞ്ഞ യോഗ എന്നാൽ എന്താണ്, അതിൻ്റെ സ്വഭാവം എന്ത്, അതിന് എന്തൊക്കെ അംഗങ്ങളുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഈ മാർഗത്തെക്കുറിച്ച് എനിക്കായിട്ട് വിജാനീഹി അങ്ങ് ദയവായി വിശദീകരിച്ച് തരണം. യഥാ അഹം, യഥാ അഹം എന്ന് വെച്ചാൽ ഞാൻ, മന്ദതി ഹരേ, അല്ലെ ഹരേ എന്ന് വെച്ചാൽ അല്ലയോ ഭഗവാനെ ഞാൻ, മന്ദതി എന്ന് വെച്ചാൽ മന്നിപ്പുള്ള അല്ലെങ്കിൽ അല്പബുദ്ധി, ധീ എന്ന് വെച്ച ബുദ്ധി, ഞാൻ അല്പബുദ്ധി ഉള്ളവളാണ്. അഹം ഞാൻ, അല്ലയോ ഭഗവാനെ ഞാൻ അല്പബുദ്ധി ഉള്ളവളാണ്. അതുകൊണ്ട് എനിക്കായിട്ട് അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരണം. എന്നിട്ട് പറയാണ് ഭവത് അനുഗ്രഹാത്, അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ യോഷ എന്ന് വെച്ചാൽ ഒരു സ്ത്രീയായ ഞാൻ,
പ്രത്യേകിച്ചൊരു സ്ത്രീ ആയത് എന്ന് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീയെ സാധാരണ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, വികാരം കൂടുതലുള്ളവളാണ് സ്ത്രീ. പ്രത്യേകിച്ചും അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും കളിച്ചിരിയാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും കുറേ വികാര പ്രകടനങ്ങൾ കൂടുതൽ എപ്പോഴും സ്ത്രീകൾക്കായിരിക്കും അല്ലേ. അപ്പോൾ ഈ വികാരം കൂടി നിൽക്കുന്നത് ഒരു തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ്. വികാരം കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത് തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ്. ബാലൻസ്ഡ് അല്ലാത്ത അവസ്ഥയാണല്ലോ ഈ വികാരം കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ അത് തമോ ഗുണ ലക്ഷണമായതുകൊണ്ട് സ്ത്രീയെ പൊതുവെയാണ് കേട്ടോ, പൊതുവെ അങ്ങനെ ഒരു തമോ ഗുണം കൂടി നിൽക്കുന്നവർ എന്ന് കണക്കാക്കപ്പെടുന്നത്. അത് പൊതുവേ ഒരു പരാമർശമാണത്. കാരണം എപ്പോഴും പുരുഷനേക്കാൾ കൂടുതൽ വികാര പ്രകടനങ്ങൾ കാണിക്കുക, സന്തോഷം വന്നാലും ദുഃഖം വന്നാലും അതൊരു ബാലൻസ്ഡ് അല്ലാത്ത രീതിയിൽ കാണിക്കുക സ്ത്രീകളാണ്. അതൊരു തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് തമോ ഗുണം കൂടി നിൽക്കുന്നവർ സ്ത്രീയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീയായ ഞാൻ എന്ന് ദേവഹൂതി സമ്മതിക്കുന്നു. ഞാനൊരു സ്ത്രീയാണ്, എന്നിൽ വികാരമാണ് കൂടുതൽ. അപ്പോൾ എനിക്ക് ജ്ഞാനവും വിവേകബുദ്ധിയും പെട്ടെന്ന് അങ്ങോട്ട് വരില്ല. അതുകൊണ്ടാണ് അല്പബുദ്ധി ഉള്ളവളാണ് ഞാൻ, പ്രത്യേകിച്ചൊരു സ്ത്രീയും എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എനിക്ക് പക്ഷെ അങ്ങനെയാണെങ്കിലും അത് അനുഗ്രഹാത്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സുഖം ബുദ്ധിയെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ദുർബോധം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആ മാർഗത്തെ മനസ്സിലാക്കാൻ പറ്റും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ടും അതുമാത്രമല്ല ആ ഒരു ബുദ്ധി അത്ര അല്പബുദ്ധി ആയതുകൊണ്ടും വികാരം കൂടി നിൽക്കുന്നവളും അല്പബുദ്ധി ഉള്ളവളും ആയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങ് ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം എനിക്ക് ദയവായി വിശദീകരിച്ച് തന്നാലും, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും എനിക്ക് ഇത് എളുപ്പം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഉത്തരം. അപ്പോൾ അത് പറയുന്നതിന് മുൻപ് മൈത്രേയ മഹർഷി വിദുരരോട് പറയുകയാണ്. ശ്ലോകം 31 വിദിത്വ അർത്ഥം കപിലഃ മാതുഃ ഇത്തം ജാതസ്നേഹഃ യത്ര തന്വ അഭിജാതഃ തത്വാംനായം യത് പ്രവദന്തി സാംഖ്യം പ്രോവാച വൈ ഭക്തിവിധാനയോഗം. വിദിത്വാർത്ഥം കപിലഃ മാതു ഇത്തം ജാതസ്നേഹഃ യത്ര തന്വാഭിജാതഃ തത്വാംനായം യത് പ്രവദന്തി സാംഖ്യം പ്രോവാച വൈ ഭക്തിവിധാനയോഗം. അതായത് മൈത്രേയ മഹർഷി പറയാണ് വിദുരരോട്, കപില വാസുദേവൻ മാതു തൻ്റെ അമ്മയുടെ ഇത്തം ഇപ്രകാരമുള്ള അർത്ഥം, ലക്ഷ്യം, അർത്ഥം എന്ന് വെച്ചാൽ അമ്മ ആഗ്രഹിക്കുന്ന ആ മോക്ഷം എന്ന ലക്ഷ്യത്തെ വിദിത്വ മനസ്സിലാക്കിയിട്ട് എത്ര അവളുടെ തന്വാ അഭിജാത അവളുടെ ശരീരത്തിൽ ഗർഭത്തിൽ ജനിച്ചവനായിട്ടുള്ള പുത്രനായ കപില മഹർഷി ജാത സ്നേഹ അമ്മയോട് നിർമ്മലമായ സ്നേഹം തോന്നിയിട്ട് ആ അമ്മയ്ക്ക് സാങ്ക്യം പ്രവദന്തി സാങ്ക്യശാസ്ത്രം അല്ലെങ്കിൽ സാങ്ക്യമാർഗം എന്ന പേരിൽ പ്രവദന്തി എന്ന് വെച്ചാൽ അറിയപ്പെടുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന തത്വാംനായം ആ തത്വശാസ്ത്രത്തെ അത് ഏതൊന്നാണോ ആ തത്വശാസ്ത്രത്തെയും ഭക്തിവിധാന യോഗം ആ ഭക്തിയുടെ മഹാത്മ്യത്തെയും കുറിച്ച് പ്രോവാച അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം അമ്മ ഭക്തിയെക്കുറിച്ചും യോഗാവസ്ഥയെക്കുറിച്ചും ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ തൻ്റെ അമ്മയുടെ ആഗ്രഹിക്കുന്ന ലക്ഷ്യം മോക്ഷമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മയോടുള്ള ആ അമ്മയുടെ ഗർഭത്തിൽ ജനിച്ച പുത്രനല്ലേ ഞാൻ എന്ന് ഓർത്തപ്പോൾ ആ അമ്മയോടുള്ള സ്നേഹത്തോടു കൂടിയിട്ട് ആ അമ്മയ്ക്ക് സാങ്ക്യശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ തത്വശാസ്ത്രത്തെയും ഒപ്പം ഭക്തിയുടെ മഹാത്മ്യത്തെയും കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പം കപില വാസുദേവൻ്റെ വാക്കുകളാണ് ഇനി 32ാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ ഉവാച. ആദ്യം തന്നെ ദേവഹൂതിക്ക് ഏത് വിധത്തിലുള്ള ഭക്തിയാണ് ഏറ്റവും എനിക്ക് അനുയോജ്യമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് ദേവാനാം ഗുണലിംഗാനാം അനുശ്രവിക കർമ്മണാം സത്വ ഏവ ഏക മനസഃ വൃത്തി സ്വാഭാവികി തു യാ അനിമിത്ത ഭാഗവതി ഭക്തി സിദ്ധേ ഗരീയസി. ഇതിൻ്റെ ബാക്കി ഒരു വരിയും കൂടി ഉണ്ട്. 33ാമത്തെ ശ്ലോകം ജരയതി ആശു യാ കോശം നികീർണം അനലഹ യഥാ. അപ്പം 32, 33 ഒരുമിച്ച്. ദേവാനാം ഗുണലിംഗാനാം അനുശ്രവിക കർമ്മണാം സത്വയേവ ഏക മനസഃ വൃത്തി സ്വാഭാവികി തു യാ അനിമിത്ത ഭാഗവതി ഭക്തി സിദ്ധേ ഗരീയസി ജരയതി ആശു യാ കോശം നികീർണം അനലഹ യഥാ. അപ്പം എങ്ങനെയുള്ള ഭക്തിയാണ് ഉത്തമമായത് എന്ന് പറയുകയാണ് കേട്ടോ. ഏറ്റവും ഉത്തമമായ ഭക്തി ഏതാണെന്ന് ചോദിച്ചില്ലേ? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം
ഗുണലിംഗാന, അതായത് വിഷയങ്ങളെ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ഗുണങ്ങൾ, പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഗുണങ്ങളുണ്ടല്ലോ. ഏതായിരിക്കും? ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന ഗുണങ്ങൾ. രൂപം, രൂപത്തെ സ്വീകരിക്കുന്നത് കണ്ണെന്ന ഇന്ദ്രിയാണല്ലോ. ശബ്ദം, പിന്നെന്താ? സ്പർശം, പിന്നെ ഗന്ധം, ഇതൊക്കെ രസം, ഇതൊക്കെ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളെ സ്വീകരിക്കുന്ന, ആഹരിച്ചു കൊണ്ടുവരുന്ന ദേവാനാം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളെയാണ്, അല്ലേ? അപ്പോൾ ഈ വിഷയങ്ങളെ സ്വീകരിച്ച് ആഹരിച്ചു കൊണ്ടുവരുന്ന ഇന്ദ്രിയങ്ങളെ എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം അനുശ്രവിക കർമാണ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അനുശ്രവിക കർമാണ എന്ന് വെച്ചാൽ വേദവിധി പ്രകാരം ഭഗവാനിൽ സമർപ്പിച്ച കർമ്മങ്ങളിലേക്ക് ഈ ഇന്ദ്രിയങ്ങളെ ചേർത്ത് വെക്കണമെന്ന്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അനുശ്രവിക കർമാണ എന്ന് വെച്ചാൽ വേദവിധി പ്രകാരം ഭഗവാനിൽ സമർപ്പിതമായ കർമ്മങ്ങളിലേക്ക് ഈ ഇന്ദ്രിയങ്ങളെ നിങ്ങൾ ചേർത്ത് വെക്കണം. അപ്പോൾ ഭക്തി എങ്ങനെയാണ്? ഏറ്റവും ഉത്തമമായ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേദവിധി പ്രകാരം ഭഗവത് സമർപ്പണമായ കർമ്മങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ആഹരിച്ച്, ഇന്ദ്രിയങ്ങളുടെ കർമ്മം എന്താ? കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, മൂക്ക് ശ്വസിക്കുന്നു, ഗന്ധമറിയുന്നു, നാവ് രുചി അറിയുന്നു, ത്വക്ക് സ്പർശമറിയുന്നു. ഇതാണല്ലോ ഇന്ദ്രിയങ്ങളുടെ കർമ്മം. ഈ കർമ്മങ്ങളെയൊക്കെ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ കർമ്മം ചെയ്യുന്നുള്ളൂ. ഇതിനൊക്കെ അനുഭവിക്കുന്നതാരാ? മനസ്സ്. അപ്പോൾ ഈ കർമ്മങ്ങളിലൊക്കെ മനസ്സുകൊണ്ട് ഈശ്വരനെ കാണുക. എന്ത് കണ്ടാലും കണ്ണ് എന്ന ഇന്ദ്രിയം ചെയ്യുന്ന കർമ്മം കൊണ്ട്, കർമ്മം എന്താ? കാഴ്ച കാണിച്ചു തരിക, അല്ലേ? ആ കാണുന്നതിലെല്ലാത്തിനെയും നല്ല കാഴ്ച, ചീത്ത കാഴ്ച എന്ന് വേർതിരിക്കാതെ ഏത് കാഴ്ച കണ്ടാലും ആ കാഴ്ചയിലൊക്കെ ഭഗവാനെ കാണാം. ഇനി ചെവി എന്ന ചെയ്യുന്ന ഇന്ദ്രിയം ചെയ്യുന്ന കർമ്മം എന്താ? ശബ്ദത്തെ സ്വീകരിക്കുക, കേൾവി തരിക, അല്ലേ? ഈ കേൾവിയിലൂടെ ഈ ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്ന ശബ്ദം നമ്മളെ ഒരാൾ ചീത്ത വിളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സ്നേഹത്തോടു കൂടി പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ അഭിനന്ദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ പരിഗണിക്കാതെ അവഗണിക്കുന്നത്, കളിയാക്കുന്നതായിരിക്കാം. ഏതു തരത്തിലായിക്കോട്ടെ, അതിനെ കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യം, കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വേർതിരിക്കാതെ ആ കേൾക്കുന്നത് ഏത് തരം ശബ്ദമായാലും അതിലൊക്കെ ഈശ്വരനെ കാണുക. കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി, അത് നമുക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയാണെങ്കിലും പണിയാണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത പണിയാണെങ്കിലും എന്തും ആയിക്കോട്ടെ, ഈ പണി എനിക്ക് ഇഷ്ടമില്ല, ഈ പണി എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് ആ പ്രവൃത്തിയെ വേർതിരിക്കാതെ ആ പണിയിലൊക്കെ ഈശ്വരനെ കാണാം. കഴിക്കുന്ന ഭക്ഷണം, ഈ രുചി എനിക്കിഷ്ടമില്ല, ഈ രുചി എനിക്കിഷ്ടമുണ്ട്, മനസ്സിങ്ങനെ വേർതിരിക്കാൻ പോവാതെ, അങ്ങനെ വേർതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? സത്വഗുണികൾക്ക് ആ രീതിയിലുള്ള ഇഷ്ടം, രജോ ഗുണികൾക്ക് ഈ രീതിയിലുള്ള ഇഷ്ടം, വേർതിരിവ് വന്നില്ലേ? അപ്പം ത്രിഗുണങ്ങളിൽ പെട്ടു. അതൊന്നും ചെയ്യാതെ എന്താണോ നാവിലൂടെ ഭക്ഷണമായ അകത്തേക്ക് ചെല്ലുന്നത്, ആ ഭക്ഷണത്തിലൊക്കെ, ആ രുചിയിലൊക്കെ, കയ്പാണെങ്കിലും മധുരമാണെങ്കിലും എരിവാണെങ്കിലും പുളിയാണെങ്കിലും എല്ലാത്തിലും ഈശ്വരനെ കാണാം. ശ്വസിക്കുന്ന ഗന്ധത്തിലൊക്കെ ഈശ്വരനെ കാണാം. അനുഭവിക്കുന്ന സ്പർശത്തിലൊക്കെ ഈശ്വരനെ കാണാം. ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കുക. അങ്ങനെ ഒന്ന് ശ്രമിക്കുക കേട്ടോ, ആ ഒരു പരിശീലനം. അപ്പോൾ ഏറ്റവും ഉത്തമമായ ഭക്തി വരാനുള്ള മാർഗം കപില വാസുദേവൻ ദേവഭൂതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സത്വഗുണസ്വരൂപനായ ഭഗവാനിൽ ഏക മനസ്സ, ഉറച്ച ഏകാഗ്രമായ, കാരണം എല്ലാത്തിലും ഈശ്വരനെയാണ്, സുഖത്തിലും ദുഃഖത്തിലും. ഇപ്പം തോറ്റു, അതിലും ഈശ്വരനെ കണ്ടു, ജയിച്ചു, അതിലും ഈശ്വരനെ കണ്ടു, ലാഭം കിട്ടി, അതിലും ഈശ്വരനെ കണ്ടു, കുറേ നഷ്ടം വന്നു, അതിലും ഈശ്വരനെ കണ്ടു, മഴയിലും വെയിലിലും ചൂടിലും തണുപ്പിലും നല്ല അഭിമാനം തോന്നി, എല്ലാവരാലും അവഗണിക്കപ്പെട്ടു, നാണം കിട്ടും, എല്ലാത്തിലും ഈശ്വരനെ കാണുമ്പോൾ സത്വഗുണസ്വരൂപനായ ആ ഈശ്വരനിൽ ഏകാഗ്രമായ മനസ്സ് വരികയും, അപ്പോൾ ഏക മനസ്സാ കഴിഞ്ഞിട്ട് വൃത്തി, ആ ഈശ്വരനോട് ഒരു മമത, ആ ഈശ്വരനിലേക്ക് ഒരു ആസക്തി, മറ്റു കാര്യങ്ങളിലല്ല, ആ ഈശ്വരനോടൊരു വല്ലാത്തൊരു ഇഷ്ടം, ആസക്തി, മമത തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, കാച്ചിപ്പഴുപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, പ്രകൃതിദത്തമായ രീതിയിൽ, സ്വാഭാവികമായ രീതിയിൽ
അനിമിത്ത, പ്രത്യേകിച്ച് നിമിത്തങ്ങളോ കാരണങ്ങളോ. ഇപ്പോൾ ഈശ്വരനോട് ഈ ഭക്തി വരാൻ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായി, ഈ ഒരു അനുഭവം ഉണ്ടായി. ഇപ്പോൾ എത്രയോ പേരെ പറയും ഗുരുവായൂർ ചെല്ലുമ്പോൾ തുളസി എൻ്റെ അവിടെ വീണു, എന്നെ അവർ വിളിച്ച് ഇങ്ങോട്ട് കയറ്റി, എനിക്ക് ആ അനുഭവം ഉണ്ടായി, ഈ അനുഭവം. ഇങ്ങനെ ഒരു അനുഭവങ്ങളും ഇല്ലാതെ, പ്രത്യേകിച്ച് അതിനൊരു കാരണമൊന്നുമില്ലാതെ സ്വാഭാവികമായിട്ട് ഭഗവാനോട് തോന്നുന്ന ഒരു ആസക്തി ഉണ്ടല്ലോ, വൃത്തി എന്ന് പറഞ്ഞാൽ ആ ആസക്തി, അതിനെയാണ് ഭാഗവതീ ഭക്തി, ഉത്തമമായ ഭക്തി എന്ന് പറയുന്നത്. ഇത് സിദ്ധേഗരീയസി, എത്ര വലിയ സിദ്ധി കിട്ടുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് ഇങ്ങനെ സ്വാഭാവികമായി മനസ്സിൽ വളരുന്ന ഭക്തി ഉണ്ടാകുന്നത്. ഇതുണ്ടായാൽ ജരയതി, അലിഞ്ഞു പോകുന്നു, ആശു, വളരെ പെട്ടെന്ന് തന്നെ യാ കോശം, ഈ ശരീരത്തെക്കുറിച്ചുള്ള ഈ ശരീരം അതോടെ അലിഞ്ഞു പോകുന്നു. യഥാ, ഏതുപോലെ, നികീർണം, നമ്മൾ കഴിച്ച ആഹാരം, അനലഹ, നമ്മുടെ ആമാശയത്തിലെ അഗ്നി എങ്ങനെയാണോ ദഹിപ്പിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആമാശയത്തിലെ ഒരു അഗ്നിയാണ് അതിനെ ദഹിപ്പിച്ച് കളയുന്നത്. അത് എപ്രകാരമാണോ ആ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ യാ കോശം എന്ന് വെച്ചാൽ ഈ കോശനിർമ്മിതമായ ഈ ഭൗതിക ശരീരത്തെ അത് ജരയതി, ദഹിപ്പിച്ചു കളയുന്നു എന്ന്. അതായത് എന്ന് വെച്ചാൽ എന്താ, ശരീരം എന്തു പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ ഞാൻ ഈ ശരീരമാണ് എന്ന വ്യക്തിബോധം അലിഞ്ഞില്ലാതാവണം. നമ്മുടെ കഴിക്കണ ഭക്ഷണം ദഹിച്ചു പോകുന്നത് പോലെ ഞാൻ ഈ ശരീരമാണ് എന്നുള്ള കോശനിർമ്മിതമായ ശരീരമാണ് ഞാൻ എന്ന ബോധം അതോടെ ദഹിച്ചു പോകുന്നു. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭക്തി, അതുണ്ടാവാനുള്ള വഴിയാണ് ആദ്യം പറഞ്ഞു കൊടുത്തത്. ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ഈശ്വരനെ കാണാം. അങ്ങനെ ജീവിച്ച് വരുമ്പോൾ സ്ഥിരമായി എല്ലാത്തിലും ഭഗവാനെ കണ്ട് ആ ശബ്ദത്തിലും ഭഗവാനാ, ഈ കാഴ്ചയിലും ഭഗവാനാ, ഈ പ്രവൃത്തിയിലും ഭഗവാനാ, ഈ സാധനത്തിലും ഭഗവാനാ, എല്ലാത്തിലും ഭഗവാനെ കണ്ടുവരുമ്പോൾ ഭഗവാനിൽ ഉറച്ച ഏകാഗ്രമായൊരു മനസ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഏകാഗ്രമായ മനസ്സിൽ പ്രത്യേകിച്ച് അതിന് നിമിത്തങ്ങളോ കാരണങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ആ ഭഗവാനോടൊരു ആസക്തി വരും. അതിനെയാണ് ഉത്തമമായ ഭക്തി എന്ന് വിളിക്കുന്നത്. ആ ഭക്തി വന്നാൽ മറ്റ് എത്ര സിദ്ധി ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഈ ഒരു ഭക്തി വരുന്നതാണ്. ഈ ഭക്തി വന്നാൽ കഴിക്കുന്ന ഭക്ഷണത്തെ ആമാശയത്തിലെ അഗ്നി എങ്ങനെയാണോ ജരയതി, ദഹിപ്പിച്ച് കളയുന്നത്, അപ്രകാരം ആ ഭക്തി നമ്മുടെ ശരീരം, ഈ ശരീരമാണ് ഞാനെന്നുള്ള നമ്മുടെ ശരീരബോധത്തെ, വ്യക്തിബോധത്തെ, അഹത്തെ അങ്ങ് ഏൽപ്പിച്ച കളയുന്നത്, ദഹിപ്പിച്ച കളയുന്നത്. മനസ്സിലായോ? അതാണ് ഏറ്റവും ഉത്തമമായ ഭക്തി എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഭക്തി മനസ്സിൽ അങ്ങനെ സ്വാഭാവികമായി വന്നാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് 34 പറയുന്നത്. ന ഏക ആത്മദാം മേ സ്പൃഹയന്തി കേചിത് മത് പാദസേവ അഭിരത മത് ഇഹ യേ അന്വേന്യതഃ ഭാഗവതഃ പ്രസജ്യ സഭാജയന്തേ മമ പൗരുഷാണി. നായേകാത്മതാം മേ സ്പൃഹയന്തി കേചിത് മദ്പാദസേവാ അഭിരതാ മതിഹ യേ അന്വേന്യതാ ഭാഗവതാ പ്രസജ്യ സഭാജയന്തേ മമ പൗരുഷാണി. ഏകമായിരിക്കുന്ന ആത്മത, അതായത് ആത്മത എന്ന് വെച്ചാൽ ഇങ്ങനെ ലയിച്ചു ചേരുക. മേ, എന്നിലേക്ക്, സ്പൃഹയന്തി, അവർ സ്പൃഹയന്തി എന്ന് വെച്ചാൽ സ്പൃഹയന്തി, ആഗ്രഹിക്കാതെ, കേജിത്ത് എന്ന് വെച്ചാൽ ഏതാനും ചില, ഇങ്ങനെ ഈ സ്വാഭാവികമായ ഭക്തി വരുന്ന ആളുകളിൽ കേജിത്ത് എന്ന് വെച്ചാൽ ചിലർക്ക്, അങ്ങനെയുള്ള സ്വാഭാവികമായ ഉത്തമമായ ഭക്തി ഉള്ള ഭക്തന്മാരിൽ ചിലർക്ക് ഏകമായിരിക്കുന്ന എന്നിലേക്ക് ലയിക്കാൻ പോലും സ്പൃഹയന്തി, അവരാഗ്രഹിക്കില്ല. അതായത് മോക്ഷം പോലും അവർക്ക് വേണ്ടാന്ന്, മോക്ഷം പോലും അവരാഗ്രഹിക്കുന്നില്ല എന്ന്. എന്നിട്ട് എന്താ അവർ ചെയ്യുക? മത് പാദസേവ അഭിരത മതിഹ, അതായത് മതിഹ എന്ന് വെച്ചാൽ ഭഗവാനിൽ പരിപൂർണമായി സമർപ്പിച്ചിട്ട് എല്ലാത്തിലും ഭഗവാനെ കണ്ടിട്ട് ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവിച്ചുകൊണ്ട് കഴിയുന്നതിൽ രസം പിടിച്ച് ജീവിക്കാനാണ് അവർക്കിഷ്ടം. അവർക്ക് മോക്ഷപ്രാപ്തി പോലും വേണ്ട. എത്ര ജന്മങ്ങളും ഭഗവാൻ ഭൂമിയിൽ തന്നോട്ടെ, അതൊക്കെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ച് ജീവിക്കുന്ന ഭക്തനായി കഴിഞ്ഞാൽ മാത്രം മതി. മനസ്സിലായോ? നമ്മുടെ സനകാദി മഹർഷിമാർ മഹാവിഷ്ണുവിനോട് പറയില്ലേ, ഞങ്ങൾക്കും തെറ്റുപറ്റി, ജയവിജയന്മാരെ ശപിച്ചു, അതിന് ശിക്ഷയായിട്ട് അങ്ങ് എന്ത് വേണമെങ്കിലും തന്നു, ഒന്ന്
മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ എത്ര ജന്മം വേണമെങ്കിലും എടുക്കാം. പക്ഷേ ആ ജന്മങ്ങളൊക്കെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച് കഴിയുന്ന ഭക്തന്മാരായിട്ട് ജനിച്ചാൽ മാത്രം മതി. മോക്ഷം പോലും വേണ്ടാത്ത ഭക്തന്മാരും ഉണ്ട് എന്നർത്ഥം. അങ്ങനെ ഉത്തമമായ ഭക്തന്മാരിൽ മോക്ഷം പോലും ആഗ്രഹിക്കാതെ സദാ ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവിച്ചു കൊണ്ട് കഴിയാൻ അവർ ആഗ്രഹിക്കുന്നു. അവർ അന്യേനതഃ അതുപോലെയുള്ള മറ്റുള്ള ഭാഗവത ഭക്തന്മാരോട് പ്രസജ്ജ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെയുള്ളവർ അതേപോലെ തന്നെ ഉത്തമ ഭക്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് അവരിലേക്ക് അടുത്തു വന്നിട്ട് കൂടുതൽ അടുത്തിട്ട് അവരോടുകൂടി അന്വേന്യത അവരോടൊപ്പം എപ്പോഴും സഭാജയന്തേ എന്നെക്കുറിച്ച് മമ പൗരുഷാണി എൻ്റെ പൗരുഷങ്ങളെ എൻ്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അവർക്കിഷ്ടം. അവർക്ക് മോക്ഷം പോലും വേണ്ട ആ ഭക്തന്മാർക്ക് എന്നാണ്. മനസ്സിലായ? തൻ്റെ പോലെ തന്നെയുള്ള ഉത്തമ ഭക്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് സംസാരിച്ച് ഭഗവാന്റെ മഹാത്മ്യങ്ങളെക്കുറിച്ച് വാതോരാതെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പറഞ്ഞാലും അവർക്ക് തീരണില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ രസം പിടിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഭക്തന്മാർ. അവർ മോക്ഷം പോലും ആഗ്രഹിക്കാത്തവരാണ്. ഇനി ശ്ലോകം 35. പശ്യന്തി തേ മേ രുചിരാണി അംബ സന്ദ പ്രസന്നവക്രാരുണലോചനാനി രൂപാണി ദിവ്യാനി വരപ്രദാനി സാകം വാചം സ്പൃഹണീയാം വദന്തി. ഇനി ഈ ഉത്തമ ഭക്തന്മാർക്ക് കിട്ടുന്ന ഒരു നേട്ടം കൂടിയും പറയാൻ കേട്ടാ. തേ അവർ ഈ ഉത്തമ ഭക്തന്മാർ മേ എൻ്റെ അമ്പ എന്ന് വെച്ചാൽ അല്ലയോ അമ്മേ, സന്ത എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ ഉത്തമ ഭക്തന്മാർ അവർ എൻ്റെ രുചിരാണി എന്ന് വെച്ചാൽ നല്ല സുന്ദരമായിട്ടുള്ള പ്രസന്നവക്ര പ്രസന്നമായ മുഖത്തോടു കൂടിയ അരുണലോചനാനി പ്രഭാത സൂര്യനെ പോലെ ശോഭിക്കുന്ന കണ്ണുകളോടുകൂടിയ ദിവ്യാനി ദിവ്യമായ വരപ്രദാനി വരം നൽകുന്ന രൂപാണി രൂപങ്ങളെ പശ്യന്തി കാണുന്നു. അവർക്ക് കാണാൻ സാധിക്കുന്നു. എൻ്റെ വളരെ മനോഹരമായ പ്രസന്നമായ മുഖമുള്ള ചുവന്ന കണ്ണുകളുള്ള ദിവ്യമായ വരം നൽകുന്ന എൻ്റെ രൂപങ്ങളെ കാണാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ ശംഖചക്ര ഗദാധാരിയായി നിൽക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ അവർക്ക് ഭഗവാൻ തന്നെ ഇച്ഛിക്കുകയാണ് എന്നെ അവർ കാണണമെന്ന്. അപ്പോൾ അവരങ്ങനെയുള്ള ഭക്തർ ആ ഭഗവാനെ കാണുന്നു. അതുമാത്രമല്ല സാഗം എന്നോട് സ്പൃഹണീയാം വാചം മനോഹരമായ വാക്കുകൾ കൊണ്ട് വദന്തി അവർ എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഭക്തർക്ക് ഭഗവാന്റെ ദർശനവും കിട്ടുന്നു. അവർ ഭഗവാനോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇനി ശ്ലോകം 36. തൈ ദർശനീയ അവയവേ ഉദാര വിലാസ ഹാസ ഈക്ഷിത വാമസൂക്തേ ഹൃദാത്മനഃ ഹൃദപ്രാണാംശ്ച ഭക്തി അനിച്ഛതഃ മേ ഗതിം അന്വീം പ്രയുക്തേ. തൈ ദർശനീയ അവയവൈ ഉദാര വിലാസഹാസ ഈക്ഷിത വാമസൂക്തൈഃ ഹൃദാത്മനഃ ഹൃദപ്രാണാംശ്ച ഭക്തി അനിച്ഛതഃ മേ ഗതിം അന്വീം പ്രയുക്തേ. അതായത് തൈ ഇപ്പോൾ എൻ്റെ വളരെ മനോഹരമായ ദിവ്യമായ രൂപങ്ങളെ കാണാൻ സാധിക്കുന്നു. ആ രൂപങ്ങളെ ദർശനം കിട്ടുന്നു. ആ ദർശനത്തിൽ വരുമ്പോൾ എന്നോട് അവർ മധുരമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. തൈഹി ആ രൂപങ്ങളിൽ ദർശനീയ അവയവ മനോഹരമായ എൻ്റെ അവയവങ്ങളുണ്ട്. ഉദാര വിലാസഹാസ ഉന്നതമായ മന്ദസ്മിതമുണ്ട്. ഈക്ഷിത എൻ്റെ കടക്കണ്ണോട്ടം. വാമസൂക്തെ മനസ്സിനെ കുളിർപ്പിക്കുന്ന എൻ്റെ വാക്കുകൾ. ഇതൊക്കെ അവർക്ക് കിട്ടും. എന്നെ കാണുമ്പോൾ എൻ്റെ മനോഹരമായ അവയവങ്ങൾ കാണാം, എൻ്റെ മനോഹരമായ മന്ദസ്മിതം, എൻ്റെ കടാക്ഷവീക്ഷണം ഒക്കെ അവർക്ക് കാണാം. അതുപോലെ എൻ്റെ ഇങ്ങനെ ഭഗവാന്റെ ആ സന്തോഷിപ്പിക്കുന്ന വാക്കുകളും അവർക്ക് കേൾക്കാം. വാമസൂക്തെ അതും കേൾക്കാം. ഇങ്ങനെ ഹൃദാത്മന ഹൃദയത്തെ ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ഹൃദയം അങ്ങനെ ആകർഷിക്കപ്പെട്ടിട്ട് ഹൃദപ്രാണാംശ്ച ഇന്ദ്രിയങ്ങളൊക്കെ എന്നിൽ കീഴടങ്ങുന്നു. അവരുടെ കണ്ണ് കാണുന്നത് എന്നെ, ഇനി അതിലും വലിയൊരു കാഴ്ച കാണാനില്ല. കേൾക്കുന്നത് എൻ്റെ വാക്കുകളെ, ശ്വസിക്കുന്നത് എൻ്റെ ഗന്ധത്തെ, അങ്ങനെ അറിയുന്നത് മുഴുവൻ അവരെ എന്നെയാണ്. അപ്പോൾ അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഞാൻ കവർന്നെടുത്ത് അവരുടെ ഹൃദയത്തെ ആകർഷിച്ച് അങ്ങനെ അവരിൽ ഭക്തി, ആ നിഷ്കളങ്കമായ ആ ഭക്തി അവരിൽ വളർന്ന് അനിച്ഛതഃ അവർ ഒന്നും ആഗ്രഹിക്കാതെ തന്നെ മേഗതിയും എൻ്റെ ആ വാസസ്ഥാനമായ വൈകുണ്ഠം ഉണ്ടല്ലോ, അൺവി അതിസൂക്ഷ്മമായ ആ വൈകുണ്ഠത്തെ പ്രയുക്തേ അവരെത്തിപ്പെടുന്നു.
അതും അവർ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് വൈകുണ്ഠത്തിൽ എത്തിപ്പെടുന്നു. അവർ എന്നെ ദർശിക്കുന്നു, എൻ്റെ മനോഹരമായ രൂപം കാണുന്നു, എന്നോട് സംസാരിക്കുന്നു, എൻ്റെ പുഞ്ചിരി, മന്ദസ്മിതം, വാക്കുകൾ, എൻ്റെ കടക്കണ്ണോട്ടം എല്ലാം അവർ കാണുന്നു. അവരുടെ ഹൃദയത്തെ ഇങ്ങനെ ആകർഷിക്കുന്ന, അവരുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ചു വലിക്കുന്ന അത്രയും മനോഹരമായ എൻ്റെ രൂപത്തെ കണ്ടുകൊണ്ട് ആ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി നിൽക്കുന്ന ഭക്തരെ ഞാൻ എൻ്റെ അതിസൂക്ഷ്മ ലോകമായ വൈകുണ്ഠവും കാണിച്ചു കൊടുക്കുന്നു. അതാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് വൈകുണ്ഠവും വൈകുണ്ഠപ്രാപ്തിയും അവർക്ക് കിട്ടുന്നു, ഭഗവത് ദർശനവും അവർക്ക് കിട്ടുന്നു. ഇനി ശ്ലോകം 37 അതോ വിഭൂതി മമ മായാവിനഃ താം ഐശ്വര്യ അഷ്ടാംഗ അനുപ്രവൃത്തം ശ്രിയം ഭാഗവതി വാ അസ്പൃഹയന്തി ഭദ്രാം പരസ്യമേ തേ അശ്നുവദേ തു ലോകേ. അതോ വിഭൂതി മമ മായാ വിനഃ താം ഐശ്വര്യ അഷ്ടാംഗ അനുപ്രവൃത്തം ശ്രിയം ഭാഗവതീം വ അസ്പൃഹയന്തി ഭദ്രാം പരസ്യമേ തേ അശ്നുവദേ തു ലോകേ. അതാ അപ്പോൾ വൈകുണ്ഠ ലോകത്തിലേക്കും അവരെ എത്തിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ഭക്തർ വൈകുണ്ഠ ലോകത്തിലും എത്തുന്നു, ഭഗവാനെ ദർശിക്കുന്നു. എന്നിട്ട് പറയാണ് അവരതൊന്നും ആഗ്രഹിക്കുന്നുമില്ല, അവർക്ക് ഭൂമിയിൽ ജീവിച്ചാൽ മതി, ഭഗവാന്റെ തൃപ്പാദങ്ങളെ പൂജിച്ച് ജീവിച്ചാൽ മതി. പക്ഷെ ഭഗവാൻ എന്നിട്ടും അവരൊന്നും പറയാതെ, അവരാഗ്രഹിക്കാതെ തന്നെ ഭഗവാൻ അവരെ വൈകുണ്ഠത്തിലേക്കും എത്തിക്കുകയും ഭഗവാനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതഹ ആ വൈകുണ്ഠത്തിൽ എത്തിയപ്പോൾ എന്താ, അതാ അപ്പോൾ മമ വിഭൂതി മായാവിനഃ മായയുടെ അധിപനായിട്ടുള്ള താം, മായയുടെ അധിപനായിട്ടുള്ള മമ എൻ്റെ എല്ലാ വിഭൂതി എന്ന് വെച്ചാൽ ഐശ്വര്യങ്ങളെയും, വൈകുണ്ഠത്തിൽ കാണുന്ന സകല ഐശ്വര്യങ്ങളെയും അവർക്കും കിട്ടും അല്ലേ. അവർ വൈകുണ്ഠത്തിൽ എത്തിപ്പെട്ട മായയുടെ അധിപനായിരിക്കുന്ന എൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. ഐശ്വര്യ അഷ്ടാംഗം, ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. അനുപ്രവർത്തം അതൊക്കെ നേടുന്നു എന്ന്. എങ്കിൽ പോലും ശ്രീയാ ഭഗവതി വൈകുണ്ഠത്തിൽ ഐശ്വര്യശ്രീ ലക്ഷ്മി ദേവിയും ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും എൻ്റെ എല്ലാ വിഭൂതികളും വൈകുണ്ഠത്തിലെത്തിയാൽ ഭഗവാന്റെ പാർഷദന്മാരെ പോലെ തന്നെ അവർക്കും, അവൻ ഭഗവാന്റെ പാർഷദനായി മാറുകയാണ്. അപ്പോൾ ഭഗവാനെ പോലെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. പക്ഷേ ഭദ്രാം എന്ന് വെച്ചാൽ മംഗളകരമായ എല്ലാം ലഭിക്കുന്നു. എങ്കിലും അസ്പൃഹയന്തി അവർക്ക് അതിനോടൊന്നും ഒരാഗ്രഹവും ഇല്ല എന്നത്. അതങ്ങോട്ട് കിട്ടുമ്പോൾ അതിലങ്ങോട്ട് മതിമറക്കുക, അത് ഒരുപാട് ഇങ്ങനെ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുകയില്ല. അതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പരസ്യമേ പരമോന്നത ശക്തിയായിട്ടുള്ള എൻ്റെ അശ്നുവദേ തു ലോകേ എന്ന് വെച്ചാൽ എൻ്റെ ആ ലോകമാകുന്ന വൈകുണ്ഠ ലോകത്തെ അശ്നുവദേ അതും അവർക്ക് എന്താ പറയുക, അവിടെയും അവർ എത്തിപ്പെടുന്നുണ്ടെങ്കിലും ആ വൈകുണ്ഠ ലോകം പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അതും അവർക്ക് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഭഗവാൻ കൊടുക്കണമെന്ന്. വൈകുണ്ഠ ലോകവും അവിടുത്തെ സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നെങ്കിലും അത് അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും അവരുടെ മനസ്സില്ല എന്നത്. അവർക്കതൊന്നും ആവശ്യമില്ല, അവരതൊന്നും ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഭൂമിയിൽ ഭഗവാന്റെ പാദസേവ ചെയ്ത് ജീവിക്കാൻ മാത്രം ആഗ്രഹിച്ച അവരെ ആ നിഷ്കളങ്കമായ ഭക്തി കണ്ട് ഭഗവാൻ തന്നെ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ച് സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ഭഗവാന്റെ പാർഷദന്മാരായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമെങ്കിലും അവരതൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒന്നും ചോദിക്കാതെ തന്നെ ഭഗവാൻ അവരെ അവിടേക്ക് എത്തിക്കുകയും അവർക്ക് ആ വൈകുണ്ഠപ്രാപ്തിയും ഭഗവാൻ കൊടുക്കുന്നു. ശ്ലോകം 38 ഇത് തീർക്കാല്ലേ ഇന്ന്, ഇത് കട്ട് ചെയ്താൽ ശരിയാവില്ല. അതാ ശ്ലോകം 38 ന കർഹിജിത് മത്പരാ ശാന്തരൂപേ നങ്ഷ്യതി നോ മേ അനിമിഷോ ലേധി ഹേതി യേഷാമഹം പ്രിയ ആത്മാ സുതഃ ച സഖാ ഗുരു സുഹൃദഃ ദൈവം ഇഷ്ടം. അതായത് കർഹിജിത് എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല, കർഹിജിത്ത് എന്ന് വെച്ചാൽ ഒരിക്കലും, മത്പര അതായത് എന്നിൽ മനസ്സ് വെച്ച ആ ഭക്തന്മാർക്ക്, പര ശാന്തരൂപേ അതായത് അമ്മയെ വിളിക്കുകയാണ് കേട്ടോ, അല്ലയോ മാതാവേ, മത്പര എന്നിൽ മനസ്സുറപ്പിച്ച ഈ ഭക്തന്മാർക്ക് കർഹിജിത്ത് ഒരിക്കലും നങ്ഷ്യതി എന്ന് വെച്ചാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഇല്ല എന്നാണ്.
എന്നിൽ മനസ്സുറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഭക്തന്മാർ വൈകുണ്ഠപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു തിരിച്ചുവരവ് ഇല്ല. അവിടെ ജയവിജയന്മാർക്കൊരു തിരിച്ചുവരവ് പോരേണ്ടി വന്നത് ഞാൻ ഭഗവാന്റെ പാർഷദൻ എന്ന ഒരു അഹം, എന്നോളം അധികാരം വേറെ ആർക്കുമില്ല എന്ന ദ്വൈതഭാവം വന്നതുകൊണ്ടാണ് അവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെ ദ്വൈതമില്ലാത്ത ആ നിഷ്കളങ്കമായ ഭക്തന്മാർ ഭഗവാൻ വൈകുണ്ഠത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്നെ അവർക്കൊരു തിരിച്ചുവരവ് ഇല്ല, പുനർജന്മമില്ല. അതുപോലെ തന്നെ അനിമിഷോ എന്ന് വെച്ചാൽ കാലസ്വരൂപനായിരിക്കുന്ന ഞാനാകുന്ന ഹേതി എന്ന് വെച്ചാൽ ആയുധം കൊണ്ട് ലേതി അവർ ഛേദിക്കപ്പെടുന്നില്ല എന്ന് വെച്ചാൽ എന്താ, കാലചക്രത്തിൽ പെട്ടുകുഴലുന്നില്ല എന്നർത്ഥം. കാലസ്വരൂപനാകുന്ന ഞാനാകുന്ന ആയുധത്താൽ അവർ ഛേദിക്കപ്പെടുന്നില്ല. എന്നാൽ എന്ന് വെച്ചാൽ ആ കാലത്തിൻ്റെ ഒഴുക്കിൽ വിട്ട് ഇങ്ങനെ ജനിച്ചും അങ്ങനെ ജനിമൃതികളിൽ പെട്ടുപോകുന്നില്ല ആ വൈകുണ്ഠത്തിലെത്തിയ ആ ഉത്തമ ഭക്തന്മാർ. യേശാം അവർക്ക് അഹം ഞാൻ, പ്രിയ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് ഞാനാണ്. ആത്മഹ അവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഞാൻ തന്നെയാണെന്നറിയുന്നു. സുതഹ എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഞാൻ പുത്രനെ പോലെയാണ് എന്നെ സ്നേഹിക്കുന്നത്. സഖ ചിലപ്പോൾ കൂട്ടുകാരനെ പോലെ എന്നെ കാണുന്നു. ഗുരു ചിലപ്പോൾ ഗുരുവായി എന്നെ കാണുന്നു. സുഹൃദ അവർക്ക് എപ്പോഴും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തായി എന്നെ കാണുന്നു. ദൈവം ഇഷ്ടം, ഇനി അവരിഷ്ടപ്പെടുന്ന ആരാധനാ ദൈവമായിട്ടും അവരെന്നെ കാണുന്നു. ആ ഉത്തമ ഭക്തന്മാർ ഒരിക്കൽ അങ്ങനെ വൈകുണ്ഠത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരിക്കലും ജനിമൃതികളിൽ പെടുന്നില്ല, ഭൂമിയിലേക്ക് പുനർജനിച്ച് തിരിച്ചു വരുന്നില്ല. അവർക്ക് ഏറ്റവും പ്രിയം എന്നോടാണ്. അവരെന്നെ ഒരു മകനെ പോലെ സ്നേഹിക്കുന്നു, സുഹൃത്തായി കാണുന്നു, ഗുരുവായി കാണുന്നു. അവർക്ക് നല്ലത് മാത്രം വരുന്ന അവരുടെ സുഹൃത്തായി വരണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തായി കാണുന്നു. അവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണെന്ന് ഞാനെന്ന് കാണുന്നു. അതുപോലെ തന്നെ അവരുടെ ഇഷ്ടദൈവമായിട്ടും അവരെന്നെ കാണുന്നു. ആ ഭക്തന്മാരുടെ ഗുണമാണ് കേട്ടോ പറയുന്നത്. ആ ഒരു സ്വാഭാവികമായ ഭക്തി വളർന്ന് ഏതാണ് ഏറ്റവും ഉത്തമ ഭക്തി എന്ന് ചോദിച്ചില്ലേ, അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ ഭക്തൻ്റെ ഗുണങ്ങളെ അവന് വരുന്ന ശ്രേഷ്ഠത എന്താണെന്നാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇനി 39ഉം 40ഉം ഒരുമിച്ച്. ഇമം ലോകം തഥാ ഏവ അമുമാത്മാനം ഉഭയ അയിനം ആത്മാനം അനു യേ ച ഇഹ യേ രായ പശവഃ ഗൃഹഃ വിസൃജ്യ സർവാൻ അന്യാംശ്ച മാമേവം വിശ്വതോ മുഖം ഭജന്തി അനന്യയാ ഭക്ത്യാ താൻ മൃത്യോ അതിപാരയേ. ഇമം ലോകം തഥാ ഏവ അമും ആത്മാനം ഉഭയ അയിനം ആത്മാനം അനുയേ ച ഇഹ യേ രായ പശവഃ ഗൃഹ വിസൃജ്യ സർവാൻ അനന്യാശ്ച മാമേവം വിശ്വതോ മുഖം ഭജന്തി അനന്യയാ ഭക്ത്യാ താൻ മൃത്യോ അതിപാരയേ. എന്നിട്ട് പറയാണ് ആ ഭക്തന്മാരുടെ കാര്യം തന്നെയാണ് പറയണേ. ഇമം ലോകം ഈ ലോകത്തും തഥാ ഏവ അമും പരലോകത്തും ആത്മാനം ഈ ആത്മാവിനെ ഉഭയ അയിനം രണ്ട് ലോകത്തും യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഈ ഇഹലോകത്തും പരലോകത്തും ഒക്കെ ആത്മാവിനെ യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ആത്മാവ് ആത്മാനം അനു യേ ച ഇഹ ഇവിടെ ഈ ഭൂമിയിൽ ആത്മാനം ഒരു ശരീരം എടുത്തു വരുമ്പോൾ ആ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവിനെ ആ ശരീരത്തിലിരിക്കുമ്പോൾ ജീവിക്കാൻ എന്തൊക്കെ വേണം? യേ രായ സമ്പത്ത് വേണം, പശവഹ പശുക്കൾ വേണം, ഗൃഹ വീട് വേണം അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞേ, ആത്മാവിനെ യഥാർത്ഥത്തിൽ ഇഹലോകത്തിലും പരലോകത്തിലും ഏത് ലോകത്തിൽ വേണമെങ്കിലും ചുറ്റി സഞ്ചരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ആത്മാവ് ഒരു ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നാൽ ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതുപോലെ പശുക്കളെ അങ്ങനെ സമ്പത്ത് എല്ലാം അവന് ആവശ്യമാണ്. അതുകൂടാതെ സർവാനന്യാംശ്ച പിന്നെ എന്തൊക്കെയാണോ അവന് നിലനിൽപ്പിന് വേണ്ടതായിട്ടുള്ളത് അങ്ങനെ വേണ്ടതിനെയൊക്കെ വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് വിശ്വതോമുഖം വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന എന്നെ മാം ഏവം എന്നെ മാത്രം മനസ്സിൽ കണ്ടിട്ട് അനന്യഭക്ത്യ മറ്റൊന്നിലേക്കും പോകാതെ കലർപ്പില്ലാത്ത ഭക്തിയോടെ ഭജന്തി എന്നെ ഭജിക്കുകയാണ് താൻ അവനെ മൃത്യോ അതിപാരായേ.
മരണഭയത്തെ ഞാൻ പൂർണ്ണമായും ഇല്ലാതാക്കി കൊടുക്കും എന്ന്. മരിക്കും എന്നൊരു തോന്നൽ, ആ ഒരു ഭയം അവൻ ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതാണ് ആ പണ്ടത്തെ യോഗിമാർക്കും മഹർഷിമാർക്കൊക്കെ ജനിച്ചു മരിച്ചു എന്ന് നമുക്ക് തോന്നുന്ന പോലെ അവർക്ക് തോന്നില്ല. ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെയാണ് അവരുടെ പുനർജന്മങ്ങൾ അവർക്ക് സംഭവിക്കുന്നത്. കാരണം അവർ ജനിച്ചു, ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തരായവരാണ്. മരണഭയം ഞാൻ ഇല്ലാതാക്കി കൊടുക്കുന്നു എന്ന്. ആത്മാവിന് യഥാർത്ഥത്തിൽ ഇഹലോകത്തും പരലോകത്തും ചുറ്റി സഞ്ചരിക്കാം. പക്ഷേ ഈ ആത്മാവ് ഒരു ശരീരമെടുത്ത് ഭൂമിയിൽ വന്നപ്പോൾ ആ ആത്മാവിന് ജീവിക്കാൻ ഭക്ഷണം, സമ്പത്ത്, വസ്ത്രം, ആഹാരം, അങ്ങനെ എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അങ്ങനെയുള്ള സാധനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ജീവിക്കാതെ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സർവ്വവ്യാപിയായിരിക്കുന്ന പരമാണുവായി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ മനസ്സ് വെച്ച് കളങ്കമില്ലാത്ത ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ആ ഭക്തൻ്റെ മനസ്സിലെ മരണഭയത്തെ ഞാൻ ഇല്ലാതാക്കി കൊടുക്കുന്നു. ശ്ലോകം 41. ന അന്യത്ര മദ്ഭഗവത പ്രധാന പുരുഷേശ്വരാത് ആത്മസർവഭൂതാനാം ഭയം തീവ്രം നിവർത്തതേ. പ്രധാന പുരുഷേശ്വരാത്, പ്രകൃതിയുടെയും പുരുഷൻ്റെയും അധിപനായിട്ടുള്ള, അതുപോലെ ആത്മസർവഭൂതാനാം, സർവചരാചരങ്ങളുടെയും ആത്മാവായിരിക്കുന്ന മയി, അതായത് മത്, അതായത് എന്നെ ആശ്രയിക്കുമ്പോൾ, ഭഗവത, എല്ലാത്തിൻ്റെയും ഭഗവാനായിട്ടുള്ള എന്നെ ആശ്രയിച്ചാൽ ഭയം തീവ്രം, ഏറ്റവും വലിയ ഭയങ്കരമായ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്. അതിനെ നിവർത്തന്തേന്ന് വെച്ചാൽ മറികടക്കുന്നു. പക്ഷെ ഇവിടെ അന്യത്ര എന്ന് കുറിച്ചുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മറ്റൊന്നുകൊണ്ടും അത് സാധ്യമല്ല. അതാണ്. അപ്പം പ്രകൃതിയുടെയും പുരുഷൻ്റെയും അധിപനായിട്ടുള്ള സർവചരാചരങ്ങളുടെയും ആത്മാവായിരിക്കുന്ന ഭഗവാനായ എന്നെ ആശ്രയിച്ചാൽ, എന്നിൽ ശരണാഗതി അടയുന്ന ഭക്തന് അവൻ്റെ ഏറ്റവും വലിയ ഭയമായ മരണഭയത്തിൽ നിന്ന് വരെ മുക്തി വരുന്നു. ആ മുക്തി മറ്റെന്തിനെ ആശ്രയിച്ചാലും അന്യത്ര കിട്ടില്ല എന്ന്. മറ്റൊന്നുകൊണ്ടും ആ മുക്തി ലഭ്യമല്ല. അപ്പോൾ ആ ഉത്തമ ഭക്തന് മരണഭയം പോലും ഉണ്ടാകില്ല എന്നർത്ഥം. ശ്ലോകം 42. മദ്ഭയാത് വാദി വാദ അയം സൂര്യ തപതി മദ്ഭയാത് വർഷതി ഇന്ദ്ര ദഹതി അഗ്നി മൃത്യു ചരതി മദ്ഭയാത്. മദ്ഭയാത് വാദി വാദ അയം സൂര്യ തപതി മദ്ഭയാത് വർഷതി ഇന്ദ്ര ദഹതി അഗ്നി മൃത്യു ചരതി മദ്ഭയാത്. മദ്ഭയാത്, എന്നോടുള്ള ഭയം കൊണ്ടാണ് വാദഹ അയം, ആ കാറ്റുപോലും വാദി വീശിയടിക്കുന്നത്. സൂര്യതപതി, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും തൻ്റെ കർമ്മം ചെയ്യുന്നത് മദ്ഭയാത്, എന്നോടുള്ള ഭയത്താലാണ്. വർഷതി ഇന്ദ്ര, ഇന്ദ്രൻ എപ്പോഴും മഴ പെയ്യിപ്പിക്കുന്നത് എന്നെ പേടിച്ചിട്ടാണ്. ദഹതി അഗ്നി, അഗ്നി അതിൻ്റെ കർമ്മമാകുന്ന ദഹിപ്പിക്കുക, അത് ചെയ്യുന്നത് എന്നെ പേടിച്ചാണ്. മൃത്യു ചരതി, മരണം എന്ന മരണത്തിൻ്റെ ദേവൻ ആ കർമ്മം ചെയ്യുന്നതും എന്നെ ഭയന്നാണ്. മദ്ഭയാത് എന്ന് വെച്ചാൽ എന്താർത്ഥം? സൂര്യൻ, നമ്മൾ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം അറിയില്ലേ? അല്ലയോ സൂര്യഭഗവാനെ, അങ്ങ് ഈ കർമ്മം ചെയ്യുന്നത് പോലെ, അങ്ങയെ പോലെ കർമ്മം ചെയ്യാൻ. ഭഗവാൻ കർമ്മം ചെയ്യുന്നത് യജ്ഞഭാവത്തിലാണ്, അതായത് ഭഗവത് അർപ്പണമായിട്ടാണ് സൂര്യദേവൻ കർമ്മം ചെയ്യുന്നത്. അങ്ങനെ കർമ്മം ചെയ്യാനുള്ള പ്രചോദിതമായ ബുദ്ധിയെ എനിക്കും നൽകണേ എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യഭഗവാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഭഗവാനിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യുന്നത്? അതുകൊണ്ടാണ്, അത് ചെയ്തില്ലെങ്കിൽ ശക്തി ക്ഷയിക്കുമെന്ന് സൂര്യഭഗവാൻ അറിയാം. അപ്പോൾ ശക്തിയായിരിക്കുന്ന ആ പ്രകൃതി ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്. എന്നെ ഭയന്നെന്ന് പറഞ്ഞാൽ ഞാനാണ് കർമ്മം ചെയ്യാനുള്ള, ചലിക്കാനുള്ള ശക്തിയായിട്ട് എല്ലാവരിലും ഇരിക്കുന്നത്. പഞ്ചഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും നമ്മളൊക്കെ ആ എന്നെ മറന്നു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ള ശക്തി ക്ഷയിക്കും. അപ്പോൾ അത് ഭയന്നിട്ടാണ്. അപ്പോൾ എന്നെ മറക്കാതെ എന്നിൽ സമർപ്പിച്ച് കർമ്മം ചെയ്തില്ലെങ്കിൽ ശക്തി ക്ഷയിക്കുമെന്നറിയാവുന്നത് കൊണ്ടാണ് സൂര്യൻ എന്നെ ഭയന്നുകൊണ്ടാണ് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. അഗ്നി എന്നെ ഭയന്നിട്ടാണ്, അറിയാം ശക്തിക്ക് സമർപ്പണം ചെയ്യാതെ ഞാൻ ഈ കർമ്മം ആ പ്രകൃതി ശക്തിക്ക് സമർപ്പിക്കാതെ ഇത് ചെയ്താൽ എൻ്റെ ശക്തി പോവും എന്ന്. അപ്പോൾ ഇന്ദ്രദേവൻ വർഷം കൃത്യമായിട്ട് മഴ പെയ്യിപ്പിക്കുന്നത് എന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ്. അതാണ് എന്നെ ഭയന്നിട്ട് എന്ന് പറയുന്നത്. കാരണം ഞാനാണ് പഞ്ചഭൂതങ്ങൾ തൊട്ട് സകല മായയിൽ നിന്നുണ്ടായ സകലതിൻ്റെയും ചലിക്കാനുള്ള ശക്തിയായിരിക്കുന്നത്.
അപ്പോൾ എന്നിൽ സമർപ്പിച്ച് കർമ്മം ചെയ്തില്ലെങ്കിൽ ശക്തി ക്ഷയിക്കും എന്നറിയാവുന്നത് കൊണ്ട് സൂര്യനായാലും കാറ്റായാലും ഇന്ദ്രനായാലും അഗ്നിയായാലും മൃത്യുദേവനായാലും എന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് അവർ, ആ ശക്തിയായിരിക്കുന്ന എന്നിൽ സമർപ്പിച്ചാണ് അവർ കർമ്മം ചെയ്യുന്നത്. ശ്ലോകം 43. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന യോഗിനഃ ക്ഷേമായ പാദം മൂലം മേ പ്രവശ്യന്തി അകുതഃ ഭയം. എന്നിട്ട് പറയാണ്, കപില മഹർഷി പറയാണ്, ജ്ഞാനവൈരാഗ്യയുക്തേന, ജ്ഞാനം വൈരാഗ്യം എന്നിവയോട് യോജിച്ച ഭക്തിയോഗേന, ഉത്തമമായ ഭക്തിയാൽ യോഗിനഃ യോഗികൾ ക്ഷേമായ അവരുടെ ക്ഷേമത്തിനായി മേ പാദമൂലം എൻ്റെ തൃപ്പാദങ്ങളെ പ്രവശ്യന്തി ശരണം പ്രാപിച്ച് അകുതഃ ഭയം ഭയമില്ലാത്തവരായി തീരുന്നു. അപ്പോൾ നിഷ്കളങ്കമായ ഭക്തിയിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ അവസ്ഥയിലേക്ക് എത്തി യോഗികൾ അവരുടെയും ലോകത്തിൻ്റെയും ക്ഷേമത്തിനായി എൻ്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ഭയമില്ലാത്തവരായി അങ്ങനെ ആ ഭക്തർ തീരുന്നു. ശ്ലോകം 44. ഏതാവാനേവ ലോകേ യസ്മിൻ പുംസാം നിശ്രേയസഃ ഉദയഃ തീവ്രേണ ഭക്തിയോഗേന മനഃ മയർപ്പിതം സ്ഥിരം. തീവ്രേണ ഭക്തിയോഗേന, തീവ്രമായ അതിശക്തമായ നിഷ്കളങ്കമായ ഭക്തിയാൽ മനഃ മയി അർപ്പിതം, ഏതൊരുവനാണോ മനസ്സ് എന്നിൽ അർപ്പിക്കുന്നത് അത് അർപ്പിച്ചാൽ മാത്രം പോരാ, സ്ഥിരം, അത് സ്ഥിരമായി അചഞ്ചലമായിട്ട് സ്ഥിരമായി അതിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ നിശ്രേയസഃ ഉദയഃ പുംസാം, ഒരു മനുഷ്യന് നിശ്രേയസഃ അവൻ്റെ ഏറ്റവും വലിയ പരിപൂർണ ലക്ഷ്യമായ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. ഉദയഃ എന്ന് വെച്ചാൽ അതിലേക്ക് അവൻ എത്തുന്നു എന്ന്. ലോകേ അസ്മിൻ, ഈ ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനും അത് സാധിക്കുന്നു എന്നതാണ് ഏതാവാൻ ഏവ. ഇതാണ് അമ്മേ അവിടത്തേക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. മനസ്സിലായ? അപ്പോൾ തീവ്രമായ ആ ഭക്തി കൊണ്ട് ഭഗവാനിലേക്ക് മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അതിൽ അചഞ്ചലമായിട്ട് സ്ഥിരമായി അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനും അവൻ്റെ പരിപൂർണ ലക്ഷ്യമായ ആ സാക്ഷാത്കാരത്തിലെത്താൻ സാധിക്കുമെന്നതാണ് എൻ്റെ അഭിപ്രായം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.